അതായത് ഇപ്പൊ ഒരു ദേഷ്യം വരുന്ന അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരാൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിന് വരുന്നതെന്ന് പറയാം, അപ്പൊ ആ സംഭവമാണ് നമ്മുടെ ഇതിലേക്ക് പോകുന്നത്. അപ്പൊ സാറ് പറയുന്നത് വിഷയം മാറി, പിന്നെ കോൺസെൻട്രേഷൻ രൂപത്തിൽ. അത് കുഴപ്പമില്ല. അതൊക്കെ നമുക്ക് ആദ്യം നോർമൽ, എല്ലാവർക്കും നോർമൽ. ഇതൊക്കെ നമ്മളെല്ലാരും ഈ ഒരു ഘട്ടത്തിലൂടെ തന്നെയാണ് എല്ലാരും വരുന്നത്. അത് പ്രാക്ടീസ് കൊണ്ട് മാത്രമേ മാറുള്ളൂ. അത് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇതിപ്പോ എങ്ങനെയാണ് പെട്ടെന്ന് നമുക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റുക എന്നുള്ളത്? ക്യാച്ച് ചെയ്യാന്ന് പറയുന്നത്, ഇതിനകത്ത് നമ്മള് നീന്തൽ പഠിക്കുന്ന പോലെ, സൈക്കിൾ പഠിക്കുന്ന പോലെ ഇത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ. മറ്റ് മതങ്ങളെ പോലെ ഏതെങ്കിലും ഒരു പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് ജസ്റ്റ് വായിച്ച് ദൈവത്തിനോട് പറഞ്ഞാൽ ദൈവം ബാക്കി ചെയ്തോളൂ എന്നൊന്നും പറഞ്ഞല്ല നമ്മളിതിനകത്ത് കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ മനസ്സിന് ഒരു പ്രത്യേക കഴിവ് ഉണ്ടാക്കി എടുക്കുക ചെയ്യുന്നത്. അതിന് പ്രാക്ടീസ് തന്നെ വേണം. ആ പ്രാക്ടീസിൽ കൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ടത് ചെയ്ത് കിട്ടി തന്നെ വരുന്നത്. നമ്മളിപ്പം സൈക്കിളേറ്റം പഠിക്കണമെന്നുണ്ടെങ്കിലോ നീന്തൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബുക്ക് നോക്കി പഠിക്കാൻ പറ്റും. നമ്മൾ പ്രാക്ടീസ് ചെയ്താലേ പഠിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന പോലെ തന്നെയാണ്. അല്ലെങ്കിൽ ഒരു ജിമ്മിൽ പോയാലും നമുക്ക് മസിൽ വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബുക്ക് നോക്കിക്കൊണ്ടിരുന്നാൽ പറ്റത്തില്ല. നമുക്ക് ആരെങ്കിലും കേട്ടോണ്ടിരുന്നാലും പറ്റത്തില്ല. നമ്മൾ അതിനകത്ത് പ്രാക്ടീസ് ചെയ്താലേ പറ്റത്തുള്ളൂ. അപ്പൊ അത് പ്രാക്ടീസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞുതരാം. അത് പ്രാക്ടീസ് ചെയ്ത് പോയാൽ മതി. നമസ്കാരം സാറ്. ഇപ്പൊ ഞാൻ ടീച്ചറാണ് എങ്കിൽ പോലും ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു വലിയ വിഷയമാണ്. ഇപ്പൊ ഒരു സിറ്റുവേഷൻ നമുക്കുണ്ടായി, അല്ലെങ്കിൽ ഇപ്പൊ ഒരാൾ എന്തെങ്കിലും ഒന്ന് നമ്മളോട് പറഞ്ഞു, അപ്പൊ എനിക്ക് ആ ഒരു തോട്ട് പ്രോസസ് അത് ഇനി നടക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അത് നമ്മളൊന്ന് ആലോചിച്ച് മറുപടി പറയുക, അങ്ങനെയൊന്ന് ആ ഒരു തോട്ട് പ്രോസസ് എനിക്ക് ഉള്ളിൽ നടക്കുന്നതായിട്ട് എനിക്ക് ഒരിക്കലും അത് അനുഭവിക്കാൻ പറ്റുന്നില്ല. ഞാൻ പെട്ടെന്ന് ഒരു റെസ്പോൺസ് ഞാൻ പറയുന്നു, പക്ഷെ അത് ആലോചിച്ചിട്ടാണോ പറയുന്നത്, അങ്ങനെ ഒരു തോട്ട് പ്രോസസ് നടക്കുന്നില്ല എന്നാണ് എനിക്ക് എന്നെ മനസ്സിലാക്കുമ്പോൾ തോന്നുന്നത്. അതെന്തായിരിക്കും അങ്ങനെ? എനിക്ക് വലിയ ഒരു വിഷയമാണ് എനിക്കിത് എന്നെ സംബന്ധിച്ച്. പക്ഷെ എന്റെ മക്കളാണെങ്കിൽ പോലും, ചെറിയ പ്രായമാണെങ്കിൽ പോലും, അവര് എപ്പോഴും പറയുമ്പോൾ അവര് നല്ല ആലോചിച്ച്, അതൊക്കെ മറ്റുള്ളവരെല്ലാം, എന്റെ കുഞ്ഞുങ്ങളാണ്, എന്റെ ചേച്ചിനും, അതെല്ലാം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഇപ്പോൾ ഒരാൾ പറയുമ്പോൾ ഞാൻ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു തോട്ട് പ്രോസസ് നടക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അതെന്താണാവും കാരണം? അതായത് ഇപ്പം ആദ്യമായിട്ട് മാഡത്തിന് പരിചയം ഇല്ലാത്ത ഒരാള് എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണ്, ഫസ്റ്റ് ടൈം പറയാന്ന് വിചാരിക്കുക. അപ്പൊ അയാളത് എന്താ പറഞ്ഞത്, അയാൾ എന്താ അങ്ങനെ പറഞ്ഞത് എന്ന് നമുക്ക് ആലോചിക്കാനുള്ള ഒരു സമയം നമുക്ക് കിട്ടും. പക്ഷെ ഈ ആൾ ഇതുപോലെ റിപ്പീറ്റ് ചെയ്ത് പറയാന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആദ്യത്തെ ദിവസം നമുക്ക് ജസ്റ്റ് തോന്നിയത്, രണ്ടാമത്തെ ദിവസം ആകുമ്പോൾ യെസ് ഇയാൾ തന്നെ ഇതാക്കാൻ പറയുന്നതാണ്. മൂന്നാമത്തെ ദിവസം ആകുമ്പോൾ നമുക്ക് ഉറപ്പായി. അങ്ങനെ നമ്മുടെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു റെസ്പോൺസിന്റെ ഒരു പാറ്റേൺ, ഒരു ന്യൂറോൺ പാത്ത് എസ്റ്റാബ്ലിഷ്ഡ് ആവും, സ്ഥാപിക്കും. അതിനാണ് ഒരു ഹാബിറ്റ് ഉണ്ടാകുക എന്ന്. നാലാമത്തെ ദിവസം ഇയാൾ പറയുമ്പോൾ നമുക്ക് പിന്നെ ആലോചിക്കേണ്ട സമയത്ത് അപ്പൊ തന്നെ ഇയാൾ പറഞ്ഞ് വാ തുറക്കുമ്പോൾ തന്നെ നമ്മൾ തിരിച്ച് പറയാനുള്ളത് നമ്മൾ തിരിച്ച് പറഞ്ഞു കഴിയും. കാര്യം അവിടെ ഓൾറെഡി ഒരു ഹാബിറ്റ് ഉണ്ടായി കഴിഞ്ഞു. ആദ്യത്തെ ദിവസം അത് ഉണ്ടായില്ല, അന്ന് നമുക്ക് കുറച്ച് ആലോചിക്കാൻ സമയം ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ആലോചിക്കാൻ സമയം കിടക്കുക, വരുന്ന സമയത്ത് തന്നെ നമ്മുടെ ശരീരത്തെ അയാൾ പറയണത് ഇതാണെന്ന് നമുക്ക് അറിയാം. അപ്പൊ തന്നെ അതിനുള്ള റെസ്പോൺസ് നമ്മൾ കൊടുത്തു കഴിയും. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? നമുക്ക് പോലും ചിന്തിക്കാനുള്ള സമയം കിട്ടുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ പ്രതികരണം പുറത്തെത്തിക്കഴിയും. നമുക്ക് ആലോചിക്കാനുള്ള സമയം പോലും കിട്ടത്തില്ല. ഇതിന്റെ കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഈ ഹാബിറ്റ് ആയിട്ട് അറ്റാച്ച്മെന്റ് ഓൾറെഡി ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞു. ഇതാണ് ഉപാദാനം എന്ന് പറഞ്ഞാൽ, സംഘാരങ്ങൾ ഉപാദാനങ്ങൾ ഉണ്ടാക്കുന്നത്. സംസ്കാരങ്ങൾ അറ്റാച്ച്മെന്റുകൾ ഉണ്ടാക്കും. അത് നെഗറ്റീവ് അറ്റാച്ച്മെന്റും ആവാം, പോസിറ്റീവ് അറ്റാച്ച്മെന്റും ആവാം. നമുക്ക് ഒരാളോട് ഇഷ്ടം വരുന്നത് എങ്ങനെയാണ്? ആദ്യം നമ്മൾ ഒരാളെ കണ്ടു, പരിചയിച്ചു, അയാൾ പറയുന്നതൊക്കെ കേട്ടു, നമുക്ക് മനസ്സിലാക്കി ഒക്കെ കൊള്ളാം എന്ന് തോന്നുന്നു. 2 ദിവസമായി 3 ദിവസമായി കഴിയുമ്പോഴത്തേക്ക് അയാൾ പറയുന്നത് നമുക്കറിയാം, അയാളായിട്ട് നമ്മുടെ ഫ്രണ്ടായി മാറുകയാണ്. പിന്നെ അയാൾ പറയുന്നു, നമ്മൾ അതിനോട് പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നു. അപ്പം നമ്മുടെ അകത്തൊരു ഒരു ഹാബിറ്റ് ഫോം ചെയ്ത് കഴിഞ്ഞു, ഇഷ്ടത്തിന്റെ ഒരു ഹാബിറ്റ് ഫോം ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്ന പോലെയാണ് ഓരോ കാര്യങ്ങളിലും. പിന്നീട് റിപ്പീറ്റ് വരുമ്പോഴാണ് അതൊരു പാത്തായി വരുന്നത്. അതായത് നമ്മളിപ്പോ സിമ്പിൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പുൽമേട്ടിൽ കൂടെ നമ്മൾ നടക്കുകയാണ്. ആദ്യത്തെ ദിവസം അവിടെ നടക്കുമ്പോഴത്തേക്ക് അവിടെ മുഴുവൻ പുല്ലുണ്ട്. നമ്മൾ കുറച്ച് ദിവസം, 2 ദിവസം, 3 ദിവസം, 10 ദിവസം, ഒരു മാസം സ്ഥിരമായി നടന്നു കഴിയുമ്പോൾ അവിടെ കൂടെ ഒരു നടപ്പാത തെളിയും. ഇനി ആ നടപ്പാത എങ്ങനെ നമുക്ക് ഇല്ലാതാക്കണം? നമ്മൾ അതുവഴി നടക്കാതിരിക്കണം. കുറച്ച് കാലങ്ങൾ എടുത്ത് മാത്രമേ അത് മാറിയിട്ട് അവിടെ പുല്ല് പിന്നെ കിളുക്കത്തുള്ളൂ.
അപ്പൊ ഇത് ഈ കറക്ഷൻ രണ്ടാമത് നമ്മൾ ചെയ്യുമ്പോൾ ഈ പറയുന്ന പോലെ ഈ നമ്മുടെ മനസ്സിന്റെ അകത്തേക്ക് ഇറങ്ങി നമ്മൾ ഈ പറയുന്ന ഈ അഷ്ടാംഗ മാർഗത്തിലെ പ്രജ്ഞ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ മനസ്സിനകത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഹാബിറ്റിന്റെ ആ ന്യൂറോൺ പാത്ത് കട്ടാവും. അത് പതുക്കെ മാഞ്ഞു ഇല്ലാണ്ടാവും. അപ്പൊ നമ്മൾ പിന്നെയും സ്ഥിരമായി വരും. അപ്പൊ നമുക്ക് ആലോചിക്കാൻ ഒരു സമയം, നമുക്കൊരു ഗ്യാപ്പ്, ഒരു 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 എന്താ പറയാ, അതിന് വേണ്ടിയുള്ള ഒരു സാവകാശം നമുക്ക് തനിയെ കിട്ടും. ഇപ്പൊ അത് കിട്ടാത്തതിന്റെ കാര്യം കഴിഞ്ഞാൽ നമുക്ക് പോലും ആലോചിക്കുന്ന മുമ്പ് നമ്മുടെ ഹാബിറ്റ് നമ്മളെ കൊണ്ട് സഡൻ ആയിട്ട് നമ്മളെ കൊണ്ട് പോവുക ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ആ ഹാബിറ്റുകളെ മായ്ച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് ആലോചിക്കാനുള്ള സാവകാശം കിട്ടും. അതിനാണ് അപ്പം എന്താന്ന് പറയുന്നത്, നമ്മുടെ ശരീരത്തിൽ സെൻസേഷൻ വരുന്ന നമുക്കറിയാം, അതിന് തുടക്കത്തിലേ നമുക്കറിയാം, അത് ഉദിച്ചു വരുന്നതിനെ അറിയാം, അത് അതിന്റെ പൂർണ്ണ മൂർധന്യാവസ്ഥയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അതിനെ കാണാൻ പറ്റും. നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്യും. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്, അത് അതിന്റെ മാക്സിമത്തിൽ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ നമ്മൾ ചൂടും പുകയും തീയും എല്ലാം കൂടെ നമ്മുടെ ഉള്ളിൽ ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് നമുക്ക് പിടുത്തം കിട്ടത്തില്ല. അതിന് മുമ്പ് നമ്മളെ അത് കത്തിച്ചു കളയും. അത് നമ്മളെ കൊണ്ട് പോയി കഴിയും. നമുക്ക് പിടിക്കാനുള്ള സമയം കിട്ടത്തില്ല. അതിന് മുമ്പ് അത് നമ്മളെ കൊണ്ട് പ്രതികരിപ്പിച്ച് കഴിഞ്ഞു കഴിയും. ഇതല്ല, ഇത് നമ്മളതിനെ മായ്ച്ച് നമുക്ക് അത് വരുമ്പോഴേ നമുക്ക് അറിയാം, നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്യുന്നു. അവിടെ അങ്ങനെ നമ്മൾ പല പ്രാവശ്യം അത് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ സാധനത്തിൽ നമ്മളുടെ പുറത്തുണ്ടായിരുന്ന ആ പഴയ നമ്മളെ ഓവർ പവർ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്ന ആ ഒരു സ്വഭാവം പിന്നെ അതിന് നമ്മുടെ പുറത്ത് അത്രയും പവർ ഉണ്ടാവത്തില്ല. അത് നമ്മൾ പിന്നെയും നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിയുമ്പം ആ ഒരു സെൻസേഷൻ വന്നാലും നമ്മൾ അതിനെ കാണുകയും നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്യുകയും അത് തന്നെത്താൻ പോവുകയും ചെയ്യും. അപ്പൊ നമുക്ക് പിടുത്തം ആ ഹാബിറ്റിന്റെ കയ്യിൽ നിന്നുള്ള പിടി മാറ്റി നമ്മുടെ കയ്യിലേക്ക് നമ്മുടെ കൺട്രോൾ കിട്ടും. ഇപ്പൊ ഹാബിറ്റ് നമ്മളെ മനസ്സ് വലിച്ചുകൊണ്ട് പോവുകയാണ്. അന്നേരം സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കും, മനസ്സവിടെ കിടന്ന് കളിച്ചാലും നമ്മുടെ കയ്യിൽ നിന്ന് അതിന്റെ കൺട്രോൾ പോകത്തില്ല. ഇതാണ് മൈൻഡ് കൺട്രോൾ ആക്കി എടുക്കുന്ന പരിപാടി. ഇതിനാണ് ആ സമാധി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരുന്നത്. പ്രജ്ഞയിലേക്ക് വരുമ്പോഴത്തേക്ക് അതിനാണ് പ്രജ്ഞ എന്ന് പറയുന്നത്. റിയാക്ഷൻ അല്ല, റെസ്പോണ്ടിങ് ആണ് വിത്ത് വിസ്ഡം. റെസ്പോണ്ടിങ് വിത്ത് വിസ്ഡം, അതായത് വിസ്ഡം എന്ന് നമുക്കിപ്പോൾ അറിയാം. അപ്പൊ നമ്മുടെ ബോഡിയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ഇയാൾ പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന സെൻസേഷൻ എന്താണെന്ന് നമുക്ക് അപ്പൊ തന്നെ അറിയാൻ പറ്റും. അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കിട്ടും, ആ കഴിവ് കിട്ടും. അപ്പൊ അയാൾ നമ്മുടെ പെരുവിരലിനെ ചിലപ്പോൾ തരിച്ചു തുടങ്ങും. ആ പെരുവിരലെന്ന് പണ്ടാണെങ്കിൽ അതിന്റെ പെരുവിരലിനെ തരിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ റിയാക്ഷൻ ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ അതല്ല, നമ്മുടെ പെരുവിരലെന്ന് പതുക്കെ തരിച്ചു തുടങ്ങുമ്പോഴേ നമുക്കറിയാം എന്റെ പെരുവിരലിൽ പതുക്കെ തരിപ്പ് കയറിയിട്ടുണ്ട്, അത് കയറി അവിടെ കിടന്നു. നമുക്ക് അതിനെ നോക്കുമ്പോൾ അതിന് നമ്മളെ കൊണ്ട് പോകാൻ പറ്റത്തില്ല. നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ അത് നമ്മളെ കൊണ്ട് വലിച്ചു പോകത്തില്ല. അപ്പൊ അത് തന്നെത്താൻ അവിടെ കിടക്കും, അത് പൊങ്ങി വരും, താന്നു പോകും, നമ്മൾ അങ്ങനെ നിൽക്കും. അപ്പൊ ഈ ഒരു സാവകാശം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിത് പ്രാക്ടീസ് ചെയ്യണം. അല്ലെങ്കിൽ ഇതിനാണ് ഇപ്പൊ പവർ. ഇപ്പൊ നമ്മളെ വലിച്ചുകൊണ്ട് പോകാനുള്ള പവർ അതിന് ഓരോന്നിനും ഉണ്ട്. അതിനെ നമ്മുടെ കയ്യിലേക്ക്, നമ്മുടെ കൺട്രോൾ കടിഞ്ഞാൻ നമ്മുടെ കയ്യിലേക്ക് നമ്മൾ തിരിച്ചെടുക്കണം. അതിനത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ വരും. അത് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് ഇത് കിട്ടും. നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ പുറത്ത്, നമ്മുടെ മനസ്സിനകത്ത് നമുക്ക് കൺട്രോൾ ഇല്ലെന്നുള്ളതാണ് പ്രശ്നം. ബേസിക്കലി അത്രേ ഉള്ളു കാര്യം. ആ കൺട്രോൾ എങ്ങനെയാണ് കിട്ടേണ്ടതെന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ ഹാബിറ്റുകൾ വലിച്ചുകൊണ്ട് പോവുക. നമ്മൾ ചെയ്യാൻ പോകുന്ന ആ ഹാബിറ്റുകളെ നമ്മൾ കട്ട് ചെയ്യുക. വലിച്ചുകൊണ്ട് പോകാൻ അതിന്റെ കയർ കൊടുക്കുന്നില്ല, ആ കയറെല്ലാം നമ്മളും കട്ട് ചെയ്യുക. നമ്മുടെ മനസ്സിന്റെ നിയന്ത്രണം തിരിച്ചു പിടിക്കുക. ഇപ്പൊ എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ ഒരു നൊടിയുടെ സമയം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഈ ഹാബിറ്റ് നമ്മളെ കൊണ്ട് പ്രതികരണത്തിൽ കൊണ്ട് എത്തിക്കുക. പ്രതികരിച്ച് കഴിയുമ്പോഴാണ് അയ്യോ എന്റെ കയ്യിൽ നിന്ന് പറയേണ്ടാത്തൊരു വാക്ക് വന്നു പോയല്ലോ, ചെയ്യേണ്ടാത്തൊരു പ്രവൃത്തി വന്നു പോയല്ലോ എന്ന് പറയാം. പക്ഷെ അപ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോയി. കൈവിട്ട കോടാലിയും വാവിട്ട വാക്കും പോയി തിരിച്ചെടുക്കാൻ പറ്റുകയെന്ന് പറഞ്ഞു. അത് പോയി കഴിയും. പക്ഷെ ഇപ്പൊ നമുക്ക് നമ്മുടെ കയ്യിലൊരു ടെക്നിക്ക് വന്നിട്ടുണ്ട്. സെൻസേഷന് വരുന്ന മൊമെന്റിൽ തന്നെ അത് അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തി നമ്മളെ കൊണ്ട് പ്രതികരിപ്പിക്കുന്നതിന്റെ അവസ്ഥയ്ക്ക് മുമ്പ് തന്നെ നമുക്ക് അതിനെ തുടക്കത്തിൽ അതിന്റെ കൊങ്ങയ്ക്ക് പിടിക്കാൻ പറ്റും. അതിന്റെ കഴുത്തിന് അപ്പം തന്നെ പിടിക്കാൻ പറ്റും. അതവിടെ കിടന്ന് പിന്നെ തന്നെത്താൻ കിടന്ന് വന്നു പൊങ്ങി താന്നു പോയി, നമ്മളവിടെ നിൽക്കും. ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാനിപ്പോ പറയുന്നത് കൊണ്ട് കൃത്യമായിട്ട് ഇത് മനസ്സിലാവത്തില്ല. ചെയ്ത് വന്നു കഴിയുമ്പോൾ മനസ്സിലാടാ ഇത്രയും സംഭവം സിമ്പിൾ ആയിരുന്നു സംഭവം. അല്ല, ഇങ്ങനത്തെ ഒരു പോസിബിലിറ്റി ലോകത്ത് വേറൊരാള് മുമ്പോട്ട് വെച്ചിട്ടില്ല. അവിടേക്കാണ് സിദ്ധാർത്ഥ ഗൗതമനെ നമ്മൾ നമിച്ചു പോകുന്നത്. അത് ദൈവമായിട്ടല്ല,
ഇത്രയും നല്ലൊരു ടീച്ചറാണ്, ഇത്രയും നല്ല നമ്മളെ കാര്യങ്ങൾ പഠിപ്പിച്ച ഒരു മഹാനായ വ്യക്തിയാണ്. അങ്ങനെ നമുക്ക് ആ ഒരു മെത്തേഡ് പറഞ്ഞു, അതായത് ഉള്ളിലേക്ക് നോക്കി എങ്ങനെ നമ്മുടെ സെൻസേഷനെ തുടക്കം തൊട്ടേ അതിനെ എങ്ങനെ ഡിറ്റക്ട് ചെയ്യണം, അതിനെ എങ്ങനെ എങ്ങനെ അതിനെ സെൻസ് ചെയ്യണം, അതിന്റെ സ്വഭാവം എന്താണ്, അത് തനിയെ വന്നു അത് കയറി അത് താഴേക്ക് പോവും, കാര്യം ഒന്നും സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല, പ്രപഞ്ചത്തിലെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്, ഈ വരുന്ന സെൻസേഷൻ ആയാലും അത് മാറും. അത് നമ്മളെ പഠിപ്പിച്ച് മനസ്സിലാക്കി പ്രപഞ്ചത്തിന്റെ സ്വഭാവവും നമ്മുടെ സ്വഭാവവും നമ്മുടെ ഉള്ളിലെ പ്രകൃതവും നമ്മളെ പഠിപ്പിച്ച് മനസ്സിലാക്കി തരിക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പഠനശാഖ ഉണ്ടാക്കി അത് എങ്ങനെ പഠിക്കണം എന്നുള്ളതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡ് ഉണ്ടാക്കി നമുക്ക് തന്നു എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു സാധനമാണ് നമുക്ക് ഇന്ത്യയിൽ നമ്മുടെ ആൾക്കാരുടെ ഉണ്ടായിരുന്നത്. സാറേ, നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെല്ലാം പ്രപഞ്ചമല്ലേ? അതെന്തും പ്രപഞ്ചത്തിന്റെ ഭാഗമാണല്ലോ അല്ലേ? എല്ലാം എല്ലാം അതല്ലാതെ ഒന്നും ഇല്ലല്ലോ. മറ്റേ മനുഷ്യൻ എന്ന് പറയുന്നത് അത് തന്നെയല്ലേ. എല്ലാം മറ്റേ നമ്മുടെ അടുത്തുള്ള മറ്റേ വ്യക്തി എല്ലാം പ്രപഞ്ചം തന്നെയാണ്, എല്ലാ ആറ്റംസ് തന്നെയാണ്. ഇവിടെ ഉള്ളതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് റീസൈക്കിൾ ചെയ്യുന്നതല്ലാതെ പുതുതായിട്ടൊന്നും പുറത്തുനിന്ന് വരുന്നില്ല. ഇവിടെ നിന്നുള്ളതൊന്നും ഇങ്ങോട്ടും പോകുന്നില്ല. മരിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ തന്നെയാണ് നമ്മളെല്ലാം തിരിച്ചു പോകുന്നത്. ഇതേ ആറ്റങ്ങൾ തന്നെത്താനാണ് ഈ കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പല പല രൂപങ്ങളിലേക്ക് പല കോമ്പിനേഷനുകൾ ഉണ്ടാവും. മുരളി സാറ് കൈ ഉയർത്തിയായിരുന്നല്ലോ. സാറേ, എനിക്ക് ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അരിയ അഷ്ടാംഗിക മാർഗത്തിലെ ഏറ്റവും കോറായിട്ടുള്ള ഒരു സംഭവമാണ് ഇന്നിപ്പം സാറ് പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. അപ്പൊ അത് നമ്മളത് ഇനി അത് ഈ അഷ്ടാംഗിക മാർഗത്തെ കുറിച്ച് നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതില് ഈ ചിന്ത മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് ഉപയുക്തമായിട്ടുള്ള ഈ ചിന്താപദ്ധതി അതിന്റെ ഗുണങ്ങളെ നമുക്ക് മറ്റുള്ളവരിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാനായിട്ടും കൂടെ സാധിക്കണമല്ലോ. ഇപ്പൊ സാറ് പറയുമ്പോഴത്തേക്കും സാറിന്റെ ഓരോ വിശദീകരണത്തിൽ നിന്ന് നമുക്ക് അതിന്റെ ഗുണങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അത് മറിച്ച് മറ്റുള്ളവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൽ ഗുണം അന്തർഭവിച്ചിട്ടുണ്ട്. ഇത് ബുദ്ധന് മാത്രമാണ് ഇങ്ങനെ സാധിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് കൂടി തന്നെയാണ് മറ്റുള്ളവരെല്ലാം അതീന്ദ്രിയമായിട്ടും അത്ഭുതകരമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്ത് അതാണ് ഏറ്റവും നല്ല മഹത്തായ കാര്യമെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ തെറ്റായ രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ച് മുന്നോട്ട് പോകുമ്പം ബുദ്ധൻ പറഞ്ഞ് അങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊന്നുമില്ല, അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ല. അതിൽ ഏറ്റവും എടുത്തു പറയത്തക്ക രീതിയിലുള്ളൊരു കാര്യം ഇതാണെന്ന്, അതായത് ഈ മധ്യമ മാർഗമാണെന്ന് ബുദ്ധൻ പറഞ്ഞ് പഠിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അപ്പം അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ളൊരു അതിൻ്റെ ഒരു ഈ പരിശീലന രീതിയാണ് ഏറ്റവും അധികമായിട്ട് സ്വായത്തമാക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അതാണ് ഇന്നത്തെ ക്ലാസ്സിലെ ഏറ്റവും അതായത് നമുക്ക് ഈ അറിവ് നമുക്ക് 3 തരത്തിലുണ്ട്, അല്ലെങ്കിൽ പ്രജ്ഞ 3 തരത്തിലുണ്ട്. ജ്ഞാനം ഒന്ന് കേട്ടുള്ള ജ്ഞാനം, നമ്മളിപ്പോ കാര്യങ്ങൾ പറയുന്നു, വേറൊരാൾക്ക് പറഞ്ഞാൽ കേൾക്കുന്നു, കേട്ട് മനസ്സിലാക്കുന്നു. രണ്ടാമത് ചിന്തിച്ച് ആ കേട്ട മനസ്സിൽ കാര്യങ്ങളെ പറ്റി ഒന്ന് ചിന്തിച്ച് ഇങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ജ്ഞാനം, ചിന്താമയ പ്രജ്ഞ എന്ന് പറയും. ആദ്യത്തേത് ശ്രുതമയ പ്രജ്ഞ, അതായത് കേട്ടിട്ടുള്ള ശ്രുതി കേട്ടിട്ടുള്ള. മൂന്നാമത്തതാണ് ഭാവനമായ പ്രജ്ഞ. ഭാവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാജിനേഷൻ എന്നുള്ള അർത്ഥമല്ല, ഭവിക്കുന്നത്, എക്സ്പീരിയൻസ് ചെയ്യണം, നമ്മൾ തന്നെത്താൻ പ്രാക്ടീസ് ചെയ്യണം. നമുക്കിപ്പം നീന്തലിനെ പറ്റിയുള്ള ബുക്ക് വായിച്ച് നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവും, ഒരാൾ പറഞ്ഞു തന്നാൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും, നമുക്ക് അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കാം, അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ അത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിന്റെ സ്കില്ല്, നമുക്ക് ആ ബാലൻസ് കിട്ടത്തുള്ളൂ. സൈക്കിൾ കയറ്റം അതുപോലെ തന്നെ, സൈക്കിളിൽ കയറണം, അത് ഇതിനകത്ത് കയറണം, അതിന്റെ പെഡലിൽ ചവിട്ടണം, മുകളിലേക്ക് കയറണം, അത് കഴിഞ്ഞ് 2 ഹാൻഡിലെ പിടിക്കണം, നമ്മൾ സീറ്റിലിരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഓക്കെ, സംഭവം ഇതൊക്കെയാണെന്ന് മനസ്സിലായി, ആലോചിച്ച് നോക്കി, ശരിയാണ്. പക്ഷെ അത് കയറാതെ ബാലൻസ് കിട്ടത്തില്ല. കയറിയാൽ മാത്രമേ സൈക്കിൾ ബാലൻസ് കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞു കൊടുക്കുന്ന കാര്യം കൃത്യമായിട്ട് നമ്മൾ മറ്റൊരാളുടെ പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ
നമ്മൾ ആദ്യം അത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം എന്നുള്ളത് ഒരു പ്രധാനമാണ്. എന്നാൽ മാത്രമേ നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവത്തുള്ളൂ. നമ്മൾ പറയുമ്പം ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ ചെയ്തു നോക്കിയാലേ നമുക്കത് കൃത്യമായിട്ട് മറ്റൊരാളോട് കൃത്യമായിട്ട് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അവനൊരു ചോദ്യം ചോദിക്കാൻ ചിലപ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. അത് അങ്ങനെയാണോ ഇങ്ങനെയാണോ? നമ്മൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ പ്രശ്നം വരത്തില്ല. എനിക്കിപ്പോ ഇത് പറയാൻ പറ്റുന്ന ഞാൻ ചെയ്ത് നോക്കിയത് കൊണ്ടാണ് എനിക്കിത് പറയാൻ പറ്റുന്നത്. ചെയ്തു നോക്കാതെ തിയറി പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ഇത് പിടുത്തം കിട്ടത്തില്ല. ചെയ്തു നോക്കി ഈ പറയുന്ന ഘട്ടങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലായി പരീക്ഷിച്ചത് അങ്ങനെ തന്നെയാണോ എന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കി തിരിച്ചും മറിച്ചും ചെയ്ത് നോക്കിയപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് യെസ് ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് ഒന്ന് പറയാൻ പറ്റുന്നത്. അപ്പൊ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. സാറേ ഒരു സംശയം കൂടെ. അതിപ്പോ രാമാദേവി മാഡം പറഞ്ഞ പോലെ അതൊരു മാഡം ചോദിച്ചായിരുന്നു, പേര് അത് തന്നെയാണെന്ന് തോന്നുന്നു. അപ്പൊ ഇതിലിപ്പോ നമ്മുടെ ഓരോ അവസ്ഥകളും എല്ലാം പ്രകൃതിയോട് ഇണങ്ങി ചേർന്നിരിക്കുകയാണ്. അതായത് ഇപ്പൊ നമ്മുടെ ശരീരം വിട്ടുപോകണമെങ്കിൽ തന്നെ അതൊരു പ്രകൃതിയിലേക്ക് ചേർന്ന് അതൊരു ആറ്റമായിട്ട് വേറെ രൂപാന്തരപ്പെടും എന്ന് പറഞ്ഞല്ലോ. ശരീരത്തിൽ നിന്നും വിട്ടുപോകുന്നൊന്നുമില്ല. അതെ, അല്ല പ്രപഞ്ചമായിട്ട് നമ്മൾ എല്ലാം പ്രപഞ്ചം തന്നെയാണ്. ഇവിടെ തന്നെ അങ്ങ് പോകും. അതെ. അപ്പൊ അത് വേറൊരു ഈ ആറ്റം തന്നെ ചേർന്നിട്ട് വേറൊരു രൂപാന്തരം പ്രാപിക്കുന്നുണ്ടെന്നും പറയുന്നുണ്ടല്ലോ. അതാണല്ലോ ഈ ഇപ്പൊ ഹിന്ദു മതമായ അവരും പറയുന്നത് പുനർജന്മം എന്ന് പറയുന്നത് അതിനെ ആ രീതിയിലെ കോൺസെപ്റ്റിലൂടെയാണ് പറയുന്നത്. അതല്ല അവര് പറഞ്ഞ പുനർജന്മം ഇങ്ങനെ സംഭവമല്ല. അവര് പറയുന്നത് ഭയങ്കര ഡേഞ്ചറസ്. അവര് പറയുന്നത് ഇതിനകത്ത് ആത്മാവെന്നൊരു സാധനം. ഏത്? ശരീരം വേറെ, ആത്മാവെന്നൊരു സാധനം വേറെ ഉണ്ട്. അപ്പൊ ഈ ശരീരം മാത്രം നശിക്കുന്നു, ആത്മാവ് നശിക്കുന്നില്ല. ആത്മാവ് വേറൊരിടത്ത് പോയി കയറിയിട്ട് വേറൊരു ജന്മം എടുക്കുമെന്നാണ് പറയുന്നത്. അത് തെറ്റാണ്. അങ്ങനൊരു സാധനം ഇല്ല ഇവിടെ. നമ്മുടെ മനസ്സിനകത്ത് ഓരോ മൊമെന്റിലും നമ്മുടെ മനസ്സിനകത്ത് ബോധം, ചിന്ത, അറിവ്, തിരിച്ചറിവ്, വിവേചനം, റിയാക്ഷൻ, ഇതെല്ലാം ഇങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കുക. അല്ലാതെ നമ്മുടെ ഇരിക്കുന്ന വേറൊരു സാധനം ഇല്ല. ഒരു ആത്മാവെന്നൊരു സാധനം ഇല്ല. അതാണ് ബുദ്ധൻ അവസാനം കണ്ടെത്തുന്നത്. നമ്മൾ ഈ പറയുന്ന ഒബ്സർവേഷൻ എല്ലാം കഴിഞ്ഞിട്ട് പ്രജ്ഞയിലേക്ക് എത്തുമ്പോൾ നമ്മൾ സമ്മാദിത്യയിലേക്ക് എത്തും. ആ സമ്മാദിത്യയിൽ ശരിയായ ദൃഷ്ടി, ശരിയായ അണ്ടർസ്റ്റാൻഡിങ്, ശരിയായ ഉൾക്കാഴ്ച, ശരിയായ ഇൻസൈറ്റ്. ആ ഇൻസൈറ്റിൽ എത്തുമ്പോൾ നമ്മൾ അറിയുന്ന 3 കാര്യങ്ങളുണ്ട്. എല്ലാം മാറിക്കൊണ്ടിരിക്കണു എൻ്റെ ഉള്ളില്, അനിത്യം. അതുകൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഒരു സാധനത്തിനെയും പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. സുഖം വന്നാലും പിടിച്ചു നിർത്താൻ പറ്റത്തില്ല, ദുഃഖം വന്നാലും പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. സുഖമുള്ളതെല്ലാം പിടിച്ചു നിർത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കും, പക്ഷെ അത് മാറിപ്പോവും. അതൊന്ന് പുറത്തുനിന്ന് മാറിപ്പോവും, അല്ലെങ്കിൽ ഞാൻ മാറും. എന്തായാലും മാറ്റം ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് അതുമായിട്ട് ഓരോന്നുമായിട്ട് നമ്മൾ അറ്റാച്ച്മെന്റ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അറ്റാച്ച്മെന്റ് ഒക്കെ മുറിയും. അങ്ങനെ അറ്റാച്ച്മെന്റ് മുറിയുമ്പോൾ നമുക്ക് വേദന ഉണ്ടാവും. അതാണ് നമ്മുടെ പെയിൻ ആയിട്ട് വരുന്നത്, നമ്മുടെ മനസ്സിന്റെ വിഷമമായിട്ട് വരുന്നത്. നമുക്ക് സുഖകരമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇല്ലാതെ വരുമ്പോഴാണ് നമുക്ക് പ്രശ്നം ഉണ്ടാവുന്നത്. അത് ആൾക്കാരുടെ വേർപാടാവാം, സംഭവങ്ങൾ നഷ്ടപ്പെടുന്നതാവാം, വസ്തുക്കൾ ഇല്ലാതായി പോകുന്നതാവാം, സാഹചര്യങ്ങൾ നമുക്ക് പ്രതികൂലമാവാം, എല്ലാം ആവാം. സുഖകരമായ അവസ്ഥകൾ മാറുന്നു. അപ്പൊ അതുകൊണ്ട് ദുഃഖം ഉണ്ടാവും. 3ാമത്തെ കാര്യം എന്ന് പറയുന്നത് ആത്മാവെന്ന് പറയുന്ന സാധനം ഇല്ല. നമ്മളെന്ന് പറയുന്ന അകത്ത് നമ്മളൊരു വ്യക്തി ഇല്ല. നമ്മുടെ ഒരു തോന്നലാണ്. നമുക്ക് മെമ്മറി എന്ന് പറയുന്ന ഒരു സാധനം മാത്രമാണുള്ളത്. ഓർമ്മ ഉള്ളത് കൊണ്ടാണ് അന്നത്തെ ഞാൻ, 10 വർഷത്തെ മുമ്പത്തെ ഞാൻ, അല്ലെങ്കിൽ ഇത്ര വർഷം മുമ്പത്തെ ഞാൻ, ഈ കുഞ്ഞ്, ഇത് ഈ ഫോട്ടോയിൽ കാണുന്ന ആള്, ഇത് ഞാൻ തന്നെയാണെന്ന് നമ്മൾ പറയുന്നത് ഓർമ്മയാണ്. നാളത്തെ ഞാനാണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്ന് രാവിലെ ക്ലാസ് എടുക്കാൻ തുടങ്ങിയപ്പോഴത്തെ ആ ഞാനാണ് ഇപ്പോഴത്തെ ഞാനെന്ന് പറയുന്നത്. പക്ഷെ ഒത്തിരി സാധനങ്ങൾ എൻ്റെ ഉള്ളിൽ മാറിക്കഴിഞ്ഞു. എന്റെ ചിന്തകൾ മാറിക്കഴിഞ്ഞു, എന്റെ ശരീരത്തിന്റെ കമ്പോണൻസ് മാറിക്കഴിഞ്ഞു. ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി സ്ഥിരമായിട്ടില്ല. അപ്പൊ നമ്മുടെ കാര്യങ്ങളെല്ലാം മൂലകങ്ങളായിട്ട് തിരിച്ച് പ്രപഞ്ചത്തിലേക്ക് പോകും. ഈ മൂലകങ്ങൾ പല രീതിയിൽ പല സാധനങ്ങളായിട്ട് തിരിച്ചു വരാം. നമ്മൾ എന്തുകൊണ്ടാണ് വായ്ക്കരി ഇടുന്നത്? വായ്ക്കരി ഇട്ട് കഴിഞ്ഞാൽ വായിക്കാത്തോട്ട് നെല്ലിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അരി ഇട്ട് കൊടുക്കുക. അത് പിന്നെ നമ്മൾ കുഴിച്ചിട്ട് നമ്മളത് കിളുത്ത് പിന്നെ അടുത്ത് നെല്ലായി വരുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഇതിനകത്ത് നിന്നുള്ള വളമായിട്ട് അത് മാറുന്നു, അതിനകത്ത് സെല്ലായി വരുന്നു. അങ്ങനെ നോക്കിയാൽ അതൊരു പുനർജന്മം. അതല്ലല്ലോ ഹിന്ദുക്കൾ പറയുന്ന പുനർജന്മം. ഈ ജന്മത്തിൽ നീ ഇന്നതായത് കൊണ്ട് അടുത്ത ജന്മത്തിൽ നീ ചണ്ടാളനാവും, അല്ലെങ്കിൽ നീ ബ്രാഹ്മണനാവും. ഇതല്ല സുരേഷ് ഗോപിയൊക്കെ പറയണം. ഇതല്ലല്ലോ നമ്മൾ പറയണ സാധനം. ഇവിടെയുള്ള സാധനങ്ങൾ റീസൈക്കിൾ ചെയ്യാനുള്ള സത്യം അത് ബാബാ സാഹബ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഉള്ളതെല്ലാം മൂലകങ്ങളുടെ, പഴയ മൂലകങ്ങളുടെ ഇതിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. പിന്നീട് തിരിച്ച് ഇതിന്റെയൊക്കെ കോമ്പിനേഷൻ രണ്ടാമത് വരുന്നു. ആ ഭാഗം കറക്റ്റാണ്. അതാണ് പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ. അല്ലാതെ ഇവിടുന്ന് ഒരു ആത്മാവ് നേരെ അങ്ങോട്ടേക്ക് പോയി അടുത്ത ജന്മം എടുക്കുന്നു, അങ്ങനത്തെ പരിപാടിയൊന്നും ഈ ലോകത്ത് നടക്കുന്നില്ല. പ്രപഞ്ചത്തിന് അങ്ങനെ ഒരു സംഗതിയെ അറിയത്തില്ല.
അവരത് ഉണ്ടാക്കിയിട്ടിരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അവർ പറയുന്നത് ജന്മം പുനർജന്മത്തിന്റെ സിദ്ധാന്തത്തിന് അവർക്ക് അവരുടെ ജാതി വ്യവസ്ഥയ്ക്ക് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ പറയുന്നത്. ഞങ്ങൾ ഇപ്രാവശ്യം എല്ലാവരും ബ്രാഹ്മണരാതെ ഞങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ വേണ്ട മഹാകാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ്. നിങ്ങളെല്ലാവരും ഹീന ജാതിക്കാതായതുകൊണ്ട് നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിലല്ല നിങ്ങളുടെ എന്താ പറയുക കർമ്മം കറക്റ്റായിട്ട് ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾ ഇത്തവണ ഇതായെന്നുള്ളതാണ്. അത് തട്ടിപ്പാണ്. ആത്മാവെന്നൊരു സാധനം ഇല്ല. ആത്മാവെന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല എന്ന് അഷ്ടാംഗമാർഗം പ്രാക്ടീസ് ചെയ്താൽ ആൾക്കാർക്ക് മനസ്സിലാകും എന്നുള്ളത് കൊണ്ടാണ് അഷ്ടാംഗമാർഗത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ബുദ്ധന്റെ ധമ്മത്തെ ഇന്ത്യയിൽ അവർ കുഴിച്ചു മൂടിയത്. അത് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഭിക്ഷുക്കളെ ഇന്ത്യയിൽ നിന്ന് തല്ലി ഓടിച്ചത്. അത് പഠിപ്പിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ജനങ്ങളുടെ വിദ്യാഭ്യാസം നിർത്തിയത്, സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചത്. അത് നമ്മൾ ഇനി ആർക്കും പറഞ്ഞു കൊടുക്കരുത്. അതിന് പകരം ആത്മാവിനെ പോലെ തന്നെ ബോധത്തെ വെച്ചുകൊണ്ടിട്ട് പുതിയ സിദ്ധാന്തം ഉണ്ടാക്കിയതാണ് മഹായാന. അതിനകത്ത് അവർ പുനർജന്മം പറയുന്നുണ്ട്. അവർക്കപ്പോ എന്താ ബുദ്ധൻ അനാത്മാ പറഞ്ഞു, അപ്പൊ ഈ ആത്മാവില്ല എന്നാ ബോധത്തെ വെച്ച് അങ്ങനത്തെ ഒരു സാധനം ആത്മാവിനെ പോലെ തന്നെ ഒരു കൺസെപ്റ്റ് ബോധത്തെ വെച്ച് അവരുണ്ടാക്കിയെടുത്തു. ബോധം മരിക്കുന്നില്ല, ഇത് കഴിഞ്ഞ് അടുത്ത ബോധം അടുത്തേക്ക് പോകുന്നു. അങ്ങനെയും അല്ല ബോധം വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ബ്രെയിനിന്റെ അകത്തെ ഓരോ സെല്ലുകളും ഊർജം ഉൽപ്പാദിപ്പിക്കാൻ അതിന് ശേഷിയുള്ള സമയം വരെ മാത്രമേ ബോധം അവിടെ ഉണ്ടാവൂ. അവസാന കാലമാകുമ്പോൾ നമ്മുടെ മരണത്തോടെടുക്കുമ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ബ്രെയിൻ സെൽസിന് എനർജി ഉൽപ്പാദിപ്പിക്കാൻ പറ്റാതെ വരും. ഒന്നുകിൽ രക്തം അങ്ങോട്ട് എത്താതെ വരാം, അല്ലെങ്കിൽ പോഷകങ്ങൾ അങ്ങോട്ട് എത്താതെ വരാം, അല്ലെങ്കിൽ നമ്മുടെ ഓർഗൻസ് പലതും ഡെഡ് ആയിക്കൊണ്ടിരിക്കാം. ഉദ്ദേശിക്കുന്ന പോലെ ആ സെല്ലുകൾക്ക് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ പറ്റാതെ വരാം, ശ്വാസം എടുക്കാൻ പറ്റാതെ വരാം. ശ്വാസം മുട്ടി മരിക്കുമ്പോൾ അവസാനം നമ്മൾ ഊർജ്ജശ്വാസം വലിക്കാന്ന് പറയും. അതായത് അവസാന നിമിഷമെങ്കിലും ആ ബോധം നമുക്കൊന്ന് ജ്വലിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള നമ്മുടെ അവസാന ശ്രമമാണ്. അപ്പൊ അവതോട് കൂടി കഴിയുമ്പോൾ അതും പറ്റാതെ വരുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഡെഡ് ആയി തുടങ്ങും. ഡെഡ് ആവും, പിന്നെ ബോധം ഒരു സാധനം ഇല്ല. അല്ലാതെ ഇത് ചാടി എങ്ങോട്ടും പോകുന്നില്ല. ബുദ്ധിസ്റ്റുകൾ എന്ന് പറയുന്ന അവസാനം ചിലർ പറയുന്നവർ പുനർജന്മത്തെ പറയുന്നവന്മാര് പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്, സയന്റിഫിക്കലി തെറ്റാണ്. പ്രപഞ്ചത്തിൽ അങ്ങനെ അല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത്. നമുക്ക് എടുക്കേണ്ടത് പ്രപഞ്ചത്തിൽ എന്ത് റിയൽ ആയിട്ട് നടക്കുന്നുണ്ടോ അത് മാത്രമേ നമ്മൾ എടുക്കേണ്ട കാര്യമുള്ളൂ. ജാതകഥകൾക്ക് അത് പറയുന്ന കാര്യങ്ങൾ മുഴുവൻ അങ്ങനത്തെ രീതികൾ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് മുഴുവൻ തെറ്റാണ്. എന്തെങ്കിലും രീതിയിൽ അത് പിന്നെ ആൾക്കാരോട് എന്തെങ്കിലും സന്മാർഗം പറഞ്ഞു കൊടുക്കാൻ വേണമെങ്കിൽ ഒരു കഥ പറയാന്നുള്ളതല്ലാതെ ഒരു ജന്മത്തിൽ പട്ടിയായി, അടുത്ത ജന്മത്തിൽ പാമ്പായി, അതിനുശേഷം പുഴുവായി, പുഴുവിന് ശേഷം മനുഷ്യനായി, ആ പണി ഈ ലോകത്ത് നടക്കത്തില്ല. അങ്ങനെ നടക്കത്തേ ഇല്ല. അതിനിപ്പോ സാക്ഷാൽ ഗൗതമ ബുദ്ധൻ ഇറങ്ങി എന്ന് പറഞ്ഞാലും നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. കാരണം പ്രപഞ്ചത്തിൽ അങ്ങനെ അല്ല നടക്കുന്നത്. സയന്റിഫിക്കലി അതല്ല പ്രൂവ്, അത് ശരിയല്ല. അപ്പൊ അതുകൊണ്ട് നമ്മളതിനെ മനസ്സിലാക്കുന്ന ഇങ്ങനെയാണ്. എല്ലാം റീസൈക്ലിംഗ് ആണ്, എല്ലാം പഴയ സ്റ്റോക്കിലേക്ക് തന്നെ പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതിങ്ങനെയാണ് സംഭവിക്കുന്നത്. സാറ് ബോഡി ഡീകമ്പോസ് ചെയ്യുമ്പോൾ കാർബൺ ഡയോക്സൈഡ് അങ്ങനെയൊക്കെയുള്ള അങ്ങനെയൊക്കെ ആയിട്ട് പോവുമല്ലേ ചെയ്യാറുള്ളത്? അങ്ങനെയല്ലേ പോവുള്ളൂ, അല്ലാതെ ബാക്ടീരിയ ഉണ്ടാവും, ബാക്ടീരിയ വിഘടിപ്പിക്കും ഓരോന്നിനെ. അതെ അതെ, അല്ലാതെ വേറെ പിന്നെ അവിടെ ഒന്നും നടക്കുന്നില്ലല്ലോ. അത്രയും ഡീകമ്പോസ് ചെയ്ത് അങ്ങ് പോകുന്നല്ലേ ഉള്ളൂ. സാറേ, ഈ മനസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഒരു നാലും കൂടി ഒരു ജംഗ്ഷൻ എന്ന് പറയാൻ അതിലെന്തെങ്കിലും തെറ്റുണ്ടോ? അങ്ങനെയല്ല. അത് ജംഗ്ഷൻ നമ്മുടെ മസ്തിഷ്ക നമ്മുടെ ശരീരത്തിലുള്ള പല പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ട് പോകുന്നത് ഈ ബ്രെയിനാണ്. അപ്പൊ ബ്രെയിനിന്റെ അകത്ത് കുറെ ഫങ്ഷൻസ് നടക്കുന്നുണ്ട്. ആ ഫങ്ഷൻസിന്റെ അകത്ത് ഞാനിപ്പോ മുമ്പേ കാണിച്ച ആ ഒരു ചാർട്ടിനകത്ത് പറയുന്ന പോലെ നമ്മൾ ഇതിപ്പം ഞാൻ ഇത് റെക്കോർഡ് ചെയ്യുന്നില്ല, ഞാൻ റെക്കോർഡ് ചെയ്ത് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് ഞാൻ പ്രോപ്പറായിട്ട് പറയാം. എന്നാലും നമ്മൾ ചോദിച്ച സ്ഥിതിക്ക് നമുക്ക് പറയാം. അതായത് നമ്മളിപ്പോ ഒരു കാര്യം അറിയുന്നു, ശരി, ഞാൻ പറയുന്നത് ഒരു പാട്ട് കേൾക്കുന്നു, അല്ലെങ്കിൽ ഒരു ഒച്ച കേൾക്കുന്നു. എന്തോ പാട്ടെന്ന് പറയുന്നത്, ഒരു ശബ്ദം കേൾക്കുന്നു. ആ ശബ്ദം എൻ്റെ ചെവിയുടെ ഇയർ ഡ്രമ്മില് വന്ന് മുട്ടുന്നു. അതാണ് എൻ്റെ അകത്തേക്കുള്ള, ഈ ശബ്ദത്തിന്റെ അകത്തേക്കുള്ള ഡോറ് ചെവിയാണ്. കണ്ണിക്കൂടെ ശബ്ദം കയറുകയില്ല, മൂക്കിക്കൂടെ ശബ്ദം കയറുകയില്ല, നാക്കിക്കൂടെ ശബ്ദം കയറുകയില്ല, ചെവിക്കകത്തുണ്ട് ശബ്ദം അവിടെ വന്ന് തൊടുന്നു. അപ്പൊ ഞാൻ എൻ്റെ ബോധം കേൾവി എന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങോട്ടേക്ക് എൻ്റെ ബോധം ഷിഫ്റ്റായി. അപ്പൊ കേൾവി ബോധം. അപ്പം മറ്റുള്ള പലതും എല്ലാത്തിനും എൻ്റെ അറ്റൻഷൻ മാറി കേൾവിയിലേക്ക്. എന്താണത്? അപ്പൊ ആദ്യം അതിനെപ്പറ്റി അറിഞ്ഞു, യെസ്, ഒരു സംഭവം വന്ന് അടിച്ചു, എൻ്റെ ഇയർ ഡ്രമ്മിൽ വന്ന് ഒരു പ്രകമ്പനം, ഒരു കമ്പനം വന്നിട്ടുണ്ട്.
അതെന്താണ് അപ്പൊ അത് വരുമ്പോ അടുത്ത നെക്സ്റ്റ് ഡിപ്പെൻഡന്റ് ഒറിജിനേഷൻ ആണ്, അടുത്ത നെക്സ്റ്റ് ഫേസ് ഉണ്ടാവുകയാണ്. ഓരോന്നിനും ശേഷമാണ് അടുത്തത് ഉണ്ടാവുന്നത്, ഞാൻ പറഞ്ഞല്ലോ. അടുത്തത് എന്താണത് എന്ന് വിവേചിച്ചിരുന്ന വിവേചന മനസ്സ്, അതായത് ഇതിനെ ജഡ്ജ് ചെയ്യുന്ന ഒരു മനസ്സുണ്ട്, അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനമുണ്ട്, മനസ്സിന്റെ പ്രവർത്തനം. ആ ജഡ്ജ്മെന്റിന്റെ ഭാഗം അതാണ് സംജ്ഞ എന്ന് പറയും. ആദ്യത്തേന് വിജ്ഞാനം, അതായത് നമ്മൾ അറിയുന്നു, വിജ്ഞാനം പാലി ഭാഷയിലാണ്. അടുത്തത് സംജ്ഞ. ഈ സംജ്ഞ ഉണരുന്നു, അതായത് എന്താണത്, എന്ത് ശബ്ദമാണ്, ഇതെന്തെങ്കിലും സ്ഫോടനത്തിന്റെ ശബ്ദമാണോ, പാട്ടിന്റെ ശബ്ദമാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും കത്തുന്നതിന്റെ ശബ്ദമാണോ, ചീത്ത വിളിക്കുന്നതാണോ, അതിനെപ്പറ്റി ആരെങ്കിലും നല്ലത് പറയുന്നതാണോ, അല്ലെങ്കിൽ വഴിയിൽ നിന്ന് ആരെങ്കിലും എന്നെ വിളിക്കുന്നതാണോ, അല്ലെങ്കിൽ ഒരു മീൻകാരൻ കൂവുന്നതാണോ, സൈറനാണോ, ആംബുലൻസിന്റെ ഒച്ചയാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും മരങ്ങൾ കടപുഴകി വീഴുന്ന ഒച്ചയാണോ, ചീവീടിന്റെ ശബ്ദമാണോ, പ്രാണികളുടെ ശബ്ദമാണോ, കിളികാരെ, എന്താണത് എന്ന് എന്റെ മനസ്സ് അതിനെ തിരിച്ച് ജഡ്ജ് ചെയ്യുക. അതെന്തുകൊണ്ടാ? എന്റെ നേരത്തെ ഉള്ള എന്റെ ഒരു ഡേറ്റാബേസ് കിടപ്പുണ്ട്. ഇന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഓ, അത് ഇന്ന ആള് വഴി കിടന്ന് എന്തോ പറയുന്നതാണ്, അല്ലെങ്കിൽ ഇന്ന ആള് എന്നെ പറയുന്നതാണ്, അല്ലെങ്കിൽ ചീത്ത വിളിക്കുന്നതാണ്. ഓ, എന്നെ ചീത്ത വിളിക്കുന്നതാണ്, വഴി എന്റെ വീടിന്റെ ഫ്രണ്ടിൽ നിർത്തും ചീത്ത വിളിക്കുന്നതാണ്, പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ അതിന് ഞാൻ വിലയിടുന്നു, ജഡ്ജ് ചെയ്ത് ഇതാണെന്ന് മനസ്സിലായി. അടുത്ത മൊമെന്റ്, അടുത്ത ഘട്ടം പിന്നെ ഉണ്ടാവുക, ഡിപ്പെൻഡന്റ് ആയിട്ട് അടുത്ത ഘട്ടം ഉണ്ടാകും. അടുത്ത ഘട്ടം എന്താണ്? അയാൾ എനിക്ക് ദോഷകരമായ, അല്ലെങ്കിൽ എന്നെ ചീത്ത വിളിക്കുക എന്ന് പറയുന്ന എനിക്ക് നെഗറ്റീവ് ആയിട്ടൊരു കാര്യം. എനിക്ക് ദോഷകരാണെന്ന് വരുമ്പോൾ ഉടനെ എന്റെ ശരീരത്ത് അടുത്ത സെൻസേഷൻ ഉണ്ടാവുകയാണ്, ഒരു വല്ലാത്ത നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വൈബ്രേഷൻ ഉണ്ടാവും. അപ്പോഴാണ് ഈ പറയുന്നത് ശരീരത്തേക്ക് ആദ്യമായിട്ട് അതിനെ അഫക്റ്റ് ചെയ്ത് തുടങ്ങും. നമ്മുടെ ജഡ്ജ്മെന്റിന് ശേഷമാണ്, അടുത്ത പടിയിലാണ് ശരീരത്ത് അതിന്റെ ഇമ്പാക്ട് ഉണ്ടാവും. ഓക്കെ, ശരീരത്ത് ഉടനെ ഒരു വല്ലാത്ത ഒരു തരിപ്പുണ്ടാവും, നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു തരിപ്പുണ്ടാവും. ഉടനെ അത് വരുമ്പോ എനിക്ക് ഇഷ്ടപ്പെടാത്തതാണല്ലോ. ഇപ്പൊ ഞാൻ ശീലിച്ചു വെച്ചിരിക്കുന്നത് എന്താണ്? അത് കേട്ടിട്ട് പതുക്കെ മിണ്ടായിരിക്കാനല്ല ശീലിച്ചു വെച്ചിരിക്കുന്നത്. അത് കേട്ട ഉടനെ അടുത്ത് അവനെടുക്ക് രണ്ട് ചീത്ത തിരിച്ചു പറയാനായിട്ടാണ് നമ്മൾ ശീലിച്ചു വെച്ചിരിക്കുന്നത്. നമുക്ക് പോലും ആലോചിക്കാൻ പറ്റുന്ന മുമ്പ് നമ്മുടെ ശീലം നമ്മളെ കൊണ്ട് നമ്മുടെ പ്രതികരണത്തെ കൊണ്ടെത്തിക്കും. ഇവിടെയാണ് നമ്മുടെ ശീലത്തിനെ നമ്മൾ കറക്റ്റ് ചെയ്യുന്നത്. അതാണ് നമ്മൾ അഷ്ടാംഗമാർഗ്ഗത്തിൽ പഠിക്കുന്നത്. പക്ഷെ ഇത് അറിയാൻ മേലാത്ത ഒരാൾക്ക് അയാൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ശീലം അനുസരിച്ച് അയാളുടെ പ്രതികരണത്തിലേക്ക്, അത് എന്ത് പ്രതികരണമാണ്, ഒന്നുകിൽ രണ്ട് ചീത്ത വിളിക്കുക, അല്ലെങ്കിൽ പുറത്തേക്ക് ഇറക്കി രണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ എന്താണോ പ്രതികരണമായിട്ട് വെച്ചിരിക്കുന്നത് ആ പ്രതികരണം അവിടെ വരിക നമ്മുടെ കയ്യിൽ നിന്ന്. ഇത് ഇപ്പൊ ആദ്യമായിട്ട് ഒരാൾ വരികയാണ്, അപ്പൊ നമ്മൾ ആദ്യം ഒന്നും പ്രതികരിച്ചില്ല, അത് ഇഷ്ടപ്പെട്ടില്ല, ഇയാള് പിന്നെ അവിടെ നിന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പിന്നെ നമ്മളെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ഉള്ളിൽ പിന്നെയും സെൻസേഷൻ കൂടി വരുന്നു, നമ്മുടെ തരിപ്പ് കൂടി വരുന്നു, ഇയാൾ പിന്നെ നിർത്തുന്ന സ്വഭാവമല്ല, നമ്മൾ നിർത്താൻ പറയണത് നിർത്തുന്നില്ല, പിന്നെ ഇത് പറഞ്ഞുകൊണ്ടിരുന്നു. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാതെ, നമ്മുടെ ശരീരത്തിന് താങ്ങാൻ പറ്റാത്ത ഒരു നെഗറ്റീവ് സെൻസേഷൻ ബോഡിയിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ നേരെ കയറി ചെന്ന് കെട്ടണം കൊടുക്കും, അല്ലെങ്കിൽ തല്ലും, അല്ലെങ്കിൽ പിച്ചാത്തി എടുത്തോണ്ടിറങ്ങും, എന്തെങ്കിലും ചെയ്യും. അതുവരെ അയാളെ പറഞ്ഞു അത് കൂടി. ഇങ്ങനെയാണ് നമ്മുടെ മനസ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രവർത്തിക്കുന്നത്. മനസ്സൊരു പ്രക്രിയയാണ്. ഇപ്പൊ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ചാണ് മനസ്സിന്റെ പ്രവർത്തനങ്ങളായിട്ട് വരുന്നത്. മനസ്സൊരു സിംഗിൾ സാധനമല്ല. മനസ്സ് പല ഘട്ടങ്ങളുടെ ഒരു കൂട്ടായ പ്രവർത്തനമാണ്. ഈ അറിഞ്ഞത്, തിരിച്ചറിഞ്ഞത്, ശരീരത്തിലുണ്ടായ സെൻസേഷനോട് റിയാക്ട് ചെയ്തത്, ഇതെല്ലാം മനസ്സിന്റെ ഭാഗങ്ങളാണ്, മനസ്സിന്റെ പ്രക്രിയകളാണ്. ഇത് തന്നെയാണ് എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത്. ചിലതിനോട് ഇഷ്ടത്തോടെ പ്രതികരിക്കും, ചിലതിനോട് അനിഷ്ടത്തോടെ പ്രതികരിക്കും. പാറ്റേൺ ഇത് തന്നെയാണ്. ഈ ഘട്ടങ്ങളെല്ലാം എല്ലാത്തിനകത്തും ഉണ്ട്. അറിയുന്നു, തിരിച്ചറിയുന്നു, ശരീരത്തിൽ സംവേദന വരുന്നു, പ്രതികരിക്കുന്നു. പിന്നെ അറിയുന്നു, തിരിച്ചറിയുന്നു, സംവേദന വരുന്നു, പ്രതികരിക്കുന്നു. ഈ സൈക്കിള് പലതവണ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അത് ഒരു അറ്റാച്ച്മെന്റ്, പെർമനന്റ് ആയിട്ടുള്ള ഒരു സ്വഭാവമായി മാറും, അറ്റാച്ച്മെന്റായി മാറും. അപ്പൊ കേട്ട ഇഷ്ടമില്ലാത്തതാണെങ്കിൽ നെഗറ്റീവ് അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ഇഷ്ടക്കേടിന്റെ ഒരു അറ്റാച്ച്മെന്റ് ആണ്, ദേഷ്യത്തിന്റെ, അവേർഷന്റെ. ചിലതല്ല, അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് ആണ്, എനിക്ക് അതെല്ലാം വേണം, ഇഷ്ടമുള്ള അറ്റാച്ച്മെന്റ്. ഇപ്പൊ ഒരാളോട് നമുക്ക് ഇഷ്ടമില്ലാത്തതും അതൊരു അറ്റാച്ച്മെന്റ്, നെഗറ്റീവ് അറ്റാച്ച്മെന്റ്. അയാൾ നമ്മുടെ മനസ്സിന്റെ അകത്ത് അറ്റാച്ച്ഡ് ആയിട്ട് കിടക്കുകയാണ്, പക്ഷെ നെഗറ്റീവ് രീതിയിലാണെന്ന് മാത്രം.
ആ സമയം നമ്മുടെ ഒരു കുഞ്ഞാണല്ലോ, നമ്മുടെ ഇഷ്ടപ്പെട്ട ആൾക്കാരാണല്ലോ, അവരോട് പോസിറ്റീവ് ആയിട്ടുള്ള അറ്റാച്ച്മെന്റ്. അറ്റാച്ച് എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് മാത്രമല്ല, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ടും നമ്മുടെ മനസ്സ് ബന്ധപ്പെട്ടിരിക്കുന്നതിനാണ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പൊ ആ അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആലോചിക്കേണ്ട സമയമില്ല, അതിന് മുമ്പ് തന്നെ നമ്മളെ കൊണ്ട് വലിച്ചുകൊണ്ട് അത് ചെയ്തു കഴിയും. അതാണ് രമാദേവി മാഡം ചോദിച്ചത്. എനിക്കൊന്നും ആലോചിക്കാൻ പോലും സമയം കിട്ടുന്നില്ല, അതിന് മുമ്പ് തന്നെ എന്റെ കയ്യിൽ നിന്ന് പ്രതികരണം വന്നു കഴിയും. അവിടേക്കാണ് നമ്മൾ അതിന്റെ കറക്ഷൻ കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ ആ ഇഷ്ടത്തോടെ അനിഷ്ടത്തോടെ കാണിക്കുന്ന ആ പ്രതികരണത്തിന്റെ സ്വഭാവത്തെ മാറ്റി മാറ്റി വരുമ്പോഴാണ് അറ്റാച്ച്മെന്റിനെ നമ്മൾ പതുക്കെ മായ്ച്ച് ഇല്ലാതാക്കി കളയുന്നത്. അപ്പൊ നമ്മൾ പിടി നമ്മുടെ കയ്യിൽ വരും. ഒരു കാര്യം കേട്ടു, അതറിഞ്ഞു, സെൻസേഷൻ വന്നു. പക്ഷെ സെൻസേഷൻ വരുമ്പോഴേ നമുക്കറിയാം, അത് വരുന്നുണ്ട്, ആ തരിപ്പ് എനിക്ക് വരുന്നുണ്ട്, പ്രതികരിക്കണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കും എന്ന ഒരു സാവകാശം എനിക്ക് കിട്ടും. പക്ഷെ ഇപ്പൊ അത് കിട്ടത്തില്ല. കാര്യം ഇത് സെൻസേഷൻ വരുമ്പോഴേ നമുക്ക് അതിന്റെ തുടക്കത്തിലെ മുളയിൽ അത് ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും. അത് തുടങ്ങുന്ന മൊമെന്റിൽ തന്നെ നമുക്ക് അതിനെ പിടിക്കാൻ, അതിനെ സെൻസ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് അവിടെ വെച്ച് അതിനെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെത്താൻ വന്നു, കുറച്ചു നേരം കിടന്ന് കറങ്ങി തന്നെത്താൻ പോകും. പക്ഷെ അതറിയണമെന്നുണ്ടെങ്കിൽ എപ്പ ശരീരത്ത് സെൻസേഷൻ വന്നാലും അതിനെ സെൻസ് ചെയ്യാനുള്ള ഒരു കഴിവ്, ഒരു സ്കില്ല്, അതായത് സബ് കോൺഷ്യസിൽ കോൺഷ്യസിൽ നിൽക്കുമ്പോഴും സബ് കോൺഷ്യസിൽ ബോഡിയിൽ നടക്കുന്ന സെൻസേഷൻ എന്താണെന്ന് അറിയാനുള്ള ഒരു സ്കില്ല് അഷ്ടാംഗമാർഗം പ്രാക്ടീസ് ചെയ്യുമ്പോൾ പ്രജ്ഞാവസ്ഥയിൽ അത് കിട്ടും. അതിനാണ് ഈ പ്രജ്ഞ വരെ നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്. ശീലം ചെയ്തു, സമാധി എല്ലാം ചെയ്ത് കൃത്യം കഴിയുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് ആ ഒരു സ്കില്ല് കിട്ടും. അതായത് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും, വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴോ, കമ്പ്യൂട്ടർ നോക്കുമ്പോഴോ, കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ, ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴോ എന്റെ ബോഡിയിൽ സെൻസേഷൻസ് വന്ന അപ്പൊ തന്നെ എനിക്ക് അതിന്റെ തുടക്കത്തിൽ എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റും. ആ കഴിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതിനാണ് പ്രജ്ഞ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത്. പ്രജ്ഞ ജാഗേ, ഹിന്ദിയിൽ പറയുന്ന പ്രജ്ഞ ജാഗേ, പ്രജ്ഞ ഉണർത്തിയെടുക്കുക, പ്രജ്ഞയെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. പ്രത്യക്ഷ ജ്ഞാനമാണ് പ്രജ്ഞ. പ്രത്യക്ഷ ജ്ഞാനം, അതായത് മൊമെന്റ് നമ്മുടെ ശരീരത്തിൽ എന്താണ് സെൻസേഷൻ ഉണ്ടാകുന്നത് അതിനെപ്പറ്റി നമുക്ക് തുടക്കത്തിലെ അറിയാമെങ്കിൽ നമുക്ക് അതിനെ അവിടെ ഇട്ട് പിടിക്കാം. അല്ലെങ്കിൽ അത് നമ്മളെ കൊണ്ട് പ്രതികരിപ്പിച്ച് നമ്മളെ കൊണ്ട് കുഴി ചാടിച്ചതിന് ശേഷം നമുക്ക് അതെല്ലാം കട്ടടങ്ങി കഴിയുമ്പോഴാണ് അയ്യോ തീക്കകത്ത് ഞാൻ കൊണ്ട് പെട്രോൾ ഒഴിച്ചല്ലോ എന്ന് നമുക്ക് തോന്നത്തുള്ളൂ. അപ്പൊ അതിനാണ് ബുദ്ധൻ പറയുന്നത്. വേറൊരു വാചകം പറയുന്നുണ്ട്, യഥാഭൂത ജ്ഞാന ദർശനം എന്ന് പറയുന്നത്. യഥാഭൂത ജ്ഞാന ദർശനം പാലിയിൽ, അല്ലെങ്കിൽ യഥാഭൂത ജ്ഞാന ദർശനം. അതായത് യഥാഭൂതം, അതായത് ഭവിച്ചുകൊണ്ടിരിക്കുന്ന, ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ, യഥാഭൂതം ഭവിക്കുന്ന അതേ മൊമെന്റിൽ തന്നെ ജ്ഞാനദർശനം, അതായത് അതും അറിയാനുള്ള കാഴ്ച, അറിയാനുള്ള കഴിവ്, അതാണ് ഈ പ്രജ്ഞ എന്ന് പറയുന്നത്. യഥാഭൂത ജ്ഞാനദർശനം. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ അഷ്ടാംഗം നമ്മൾ പതുക്കെ പ്രാക്ടീസ് ചെയ്ത് പോയാൽ മതി. ആദ്യം ശ്വാസത്തെ കൊണ്ടുവന്നു, ശ്വാസത്തെ ഫോക്കസ് ചെയ്തു, അത് കഴിഞ്ഞ് ശ്വാസത്തെ ഒന്നുകൂടെ ഷാർപ്പൻ ചെയ്തു, ശരീരത്തിൽ സെൻസേഷനായി, ബോഡിയിലെ സെൻസേഷൻസ് ഉണർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് പിന്നെ അതിനെ എങ്ങനെയാണ് ഞാനത് ഓരോ സമയത്ത് അത് ക്ലിയർ ചെയ്യേണ്ടെന്നുള്ളത് നമ്മൾ അതിന്റെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ പറഞ്ഞുതരാം. ബോഡി മൊത്തത്തിൽ തന്നെ അത് സ്കാൻ ചെയ്യേണ്ടി വരും. നമ്മളിങ്ങനെ നമ്മുടെ പെരുവരിൽ തൊട്ട് ഉച്ച വരെ ഉള്ള സ്ഥലത്ത് ഓരോ സ്ഥലത്തും എന്താ സംഭവിക്കുന്നുള്ളത് മുഴുവൻ നമ്മളിങ്ങനെ സ്കാൻ ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ക്ലീനിങ് അപ്പോൾ നടന്നുകൊണ്ടിരിക്കും. കാരണം ഏത് സെൻസേഷൻ വന്നാലും നമ്മൾ ഒബ്സർവേഷനിലാണ്, നമ്മൾ പ്രതികരിക്കുന്നില്ല. അപ്പോൾ ഒട്ടുമുക്കാലും ഉള്ള നമ്മുടെ മനസ്സിനകത്തെ ഹാബിറ്റുകളെല്ലാം അവിടെ തന്നെ ക്ലിയർ ആയി പോകും. മനസ്സ് നിങ്ങളിത് ചെയ്ത് കഴിയുമ്പോൾ ദിവസങ്ങളും മാസങ്ങളും എടുത്തു കഴിയുമ്പോൾ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ മനസ്സിനകത്ത് അനാവശ്യ ചിന്തകൾ വരികയില്ല. മനസ്സ് വലിച്ചോണ്ട് പോകത്തില്ല, ക്ഷമ കൂടും, നിങ്ങളുടെ ഇരുത്തം വരും, ഈ പറയുന്ന പെടപ്പ് കുറയും, മനസ്സിന്റെ ചാട്ടങ്ങൾ കുറയും, ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനുള്ള സാവകാശം കിട്ടും, മനസ്സ് കൂളായിരിക്കും. ഇത് തനിയേ സംഭവിക്കും. ഇത് മനസ്സ് ശുദ്ധിയായി മനസ്സിനകത്തെ ക്ലേശങ്ങൾ കുറഞ്ഞു വരുമ്പോ തനിയെ നമ്മൾ പോലും അറിയാതെ നമ്മൾ ക്ലീൻ ആയിക്കൊണ്ടിരിക്കും. ഭയങ്കര എന്താ പറയാ, നമ്മൾ ഇതിനോട് എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. അത്രയ്ക്കും ഭയങ്കര ഒരു മനുഷ്യര് ഒന്ന് മനസ്സിലാക്കാൻ കിടന്നു പെടാപ്പാട് പെടുന്ന സാധനമാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്നലെ ഒരു സിമ്പോസിയത്തിന് പോയി, അതാണ് ഇന്നലത്തെ ഇതിന് എനിക്ക് വരാൻ പറ്റാഞ്ഞത്, ബാംസഫിന്റെ പരിപാടി. ആ സിമ്പോസിയം രാവിലെ 10 തൊട്ട് വൈകിട്ട് 5 മണി വരെ ഉണ്ടായിരുന്നു. ഓരോരുത്തരും അവരവരുടെ രീതിയിലുള്ള ഓരോരോ ഉപായങ്ങളാണ് പറയുന്നത്. ചില മന്ത്രാസ് പറയുന്നു, ചിലർ ശ്വാസം അങ്ങോട്ട് പിടിക്കുന്ന കാര്യം പറയുന്നു, ചിലർ ശരീരം കുറേ എക്സസൈസ് പറയുന്നു, ചിലർ ഇതൊന്നും അല്ലാതെ വേറെ കുറെ പ്രാർത്ഥന. എന്തൊക്കെ മണ്ടത്തരങ്ങളാ പറയുന്നത്.
അതായത് കാശുള്ളവനായാലും കാശില്ലാത്തവനായാലും മനസ്സെന്ന് പറയുന്നൊരു പ്രശ്നവും സംഭവമുണ്ട്, അതിനകത്ത് അസ്വസ്ഥതയുണ്ട്, അതിനകത്ത് ഒരുത്തിനും സമാധാനമില്ല. ആരും തൃപ്തരല്ല, ആരും മനസ്സുകൊണ്ട് ഇന്നർ പീസ് ഇല്ല, ഉള്ളിൽ സമാധാനം ഇല്ല. എന്നിട്ട് ഓരോരുത്തരും അവരവരുടെ രീതിയിലുള്ള ഒരു സൊല്യൂഷൻസ് ഇതായിരിക്കും എന്നും പറഞ്ഞ് പ്രസന്റ് ചെയ്യുക. ബുദ്ധൻ എനിക്ക് അപ്പുറത്ത് പണ്ട് തൊട്ടേ സാധനം കറക്റ്റ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എവിടെയാണ് റൂട്ട് കോസ്? നമ്മുടെ സെൻസേഷൻസിനോട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇഷ്ടവും അനിഷ്ടവുമാണ് പ്രശ്നം. അവിടെയാണ് നമ്മുടെ റിയാക്ഷൻ ഫോം ചെയ്യുന്നത്. അതാ ഞാൻ പറഞ്ഞ ബുദ്ധൻ കണ്ടുപിടിച്ചാൽ ഏറ്റവും ക്രൂഷ്യൽ ആയ സാധനം, നമ്മൾ ഇഷ്ടവും അനിഷ്ടവും കാണിക്കുന്നത് വസ്തുക്കളോടോ വ്യക്തികളോടോ സ്ഥലങ്ങളോടോ സാഹചര്യങ്ങളോടോ സന്ദർഭങ്ങളോടോ ഒന്നുമല്ല, മറിച്ച് നമ്മുടെ ശരീരത്തുണ്ടാവുന്ന സെൻസേഷനോടാണ്. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് കറക്ഷൻ നടത്തേണ്ടതും അതിനോടുള്ള പ്രതികരണത്തിനകത്താണ് കറക്ഷൻ നടത്തേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മനസ്സിന്റെ കൺട്രോൾ നമ്മുടെ തിരിച്ചു പിടിക്കാൻ പറ്റും. പക്ഷെ അത് അറിയണമെങ്കിലോ സെൻസേഷൻ വരുമ്പോഴേ തുടക്കത്തിൽ അറിയാൻ പറ്റണം. അതിന് ഈ പറയുന്ന പ്രാക്ടീസ് നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ സെൻസേഷൻ വരുന്ന മൊമെന്റിൽ തന്നെ നമുക്ക് അതിനെ പിടിക്കാൻ പറ്റും. സാർ ഒരു സംശയം, അപ്പൊ നമുക്ക് എല്ലാ സെൻസേഷനും നമ്മൾ നിർവികാരമായിട്ട് അങ്ങനെ ആ തലത്തിൽ നിന്ന് കാണുമെന്നാണോ? നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ പൂർണ്ണമായ എന്താ പറയുക ജാഗ്രതയിലായിരിക്കണം. നമ്മൾ ജാഗ്രതാവസ്ഥയിൽ തന്നെയാണ്. നമ്മൾ പാസീവ് അല്ല, നമ്മൾ ആക്റ്റീവാണ്. ആക്റ്റീവായി നമ്മളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ശരിയായ അർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ടും പ്രസന്റിലായിരിക്കും. നിങ്ങൾ പ്രസന്റിലാണെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതേസമയം നിങ്ങൾ പ്രസന്റിലല്ലെങ്കിൽ നിങ്ങൾ വികാരത്തിന് അടിമപ്പെട്ടു പോകും. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മൾ ആദ്യം ഒരു മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കാൻ പോകുന്ന ഒരു നേഴ്സ് ആണെങ്കിലോ ഡോക്ടർ ആണെങ്കിലോ അയാൾക്ക് ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു അപകടം നടന്നു, ഹോസ്പിറ്റലിൽ ഒരു അപകടം നടന്നു, ഒരു അപകടം നടന്നു. പെട്ടെന്ന് വണ്ടി നിറയെ പല ആംബുലൻസ് പുറകെ ഹോസ്പിറ്റലിലേക്ക് ആൾക്കാരെ കൊണ്ടുവരികയാണ്. അതായത് തലയൊക്കെ പൊട്ടിയവര്, ശരീരത്ത് മുറിവേറ്റവര്, ശരീരം ഒടിഞ്ഞവര്, ചതഞ്ഞവര്, രക്തം വാർന്നവര്, കുഞ്ഞുങ്ങള്, സ്ത്രീകളെ പുറകെ വണ്ടികൾ സാറിട്ട് കൊണ്ടുവരികയാണ്. അവിടെ നമ്മൾ വികാരത്തിന് അടിമപ്പെട്ട് നിൽക്കുന്ന ഒരാൾക്കാണെങ്കിൽ, ഒരു ഡോക്ടർ ആണെങ്കിൽ അയാൾ രക്തമെല്ലാം കാണുമ്പോൾ അപ്പം തന്നെ അയാൾ ബോധം കിട്ടുന്നതാണ്. അതല്ല, അവർക്ക് മനസാന്നിധ്യം ഉള്ളവരാണെങ്കിൽ, പ്രസന്റിൽ അവർക്ക് നിൽക്കാൻ പറ്റുമെങ്കിൽ അവരവിടെ നിന്ന കാര്യങ്ങളെ മുഴുവൻ കൃത്യമായിട്ട് അവർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പൊ അത് എവിടെയാണ് നമ്മൾ ആവശ്യം? നമുക്ക് എന്താ വേണ്ടത്? മനസാന്നിധ്യമാണ് വേണ്ടത്. വികാരങ്ങൾക്ക് അടിമപ്പെട്ട് പോവുകയല്ല വേണ്ടത്. നമ്മൾ പക്ഷെ അങ്ങനെ ശീലിച്ചിട്ടില്ല. നമ്മളെല്ലാം വികാരത്തിന്റെ ഭാഷയിലാണ് ഇതുവരെ ജീവിച്ചിട്ടുള്ളത് മുഴുവൻ. ഇഷ്ടങ്ങളുടെയും അനിഷ്ടങ്ങളുടെയും ലോകത്ത് തന്നെയാണ് നമ്മൾ ജീവിച്ചിട്ടുള്ളത്. നമ്മൾ കൂടുതൽ ജാഗ്രത, കാരണം ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയും. ഇങ്ങനെ ഒരു കാര്യം ഒരാൾ ചെയ്തു, ഒരു അപകടം നടന്നു. അവിടെ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾക്ക്, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്ക് ഒരു അപകടം വന്നു, വീട്ടിനകത്ത് തീ പിടിച്ചു, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അപകടം വന്നു. അവരെ നമ്മൾ എടുത്തുകൊണ്ട് ഓടുന്ന സമയത്ത് നമുക്ക് ചിന്തിക്കാൻ സമയമില്ല. നമ്മൾ എന്തായാലും ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അവരെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ICUവിൽ കയറ്റി അല്ലെങ്കിൽ അതിലോട്ട് കയറ്റി കഴിയുമ്പോഴായിരിക്കും പുറത്തിരുന്നായിരിക്കും നമ്മൾ പതുക്കെ ചിന്തിച്ചു തുടങ്ങുന്നത്. ആ ചിന്തിച്ചു തുടങ്ങുന്ന സമയത്തായിരിക്കും അയ്യോ അയാളുമായിട്ടുള്ള ഓർമ്മകൾ, അയാളുമായിട്ടുള്ള ചിന്തകൾ. അപ്പോഴാണ് നമ്മൾ വികാരത്തിനകത്ത് വിട്ടുപോകുന്നത്. പ്രസന്റിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ വികാരത്തിനകത്ത് ആയിരിക്കത്തില്ല. വികാരത്തിന് നമ്മുടെ പുറത്ത് അധികം ബലമില്ല. ഇത് നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. ഇത് അഷ്ടാംഗമാർഗം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സ് ദൃഢമാവുകയാണ് ചെയ്യുന്നത്. എന്ത് വന്നു കഴിഞ്ഞാൽ, എന്നിട്ട് ഏറ്റവും ഉത്തമമായ ഓപ്റ്റിമമായ നടപടി എന്താണോ നമ്മൾ അവിടെ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് കൂളായുള്ള ഒരു മനസ്സുള്ള ഒരാൾക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. വികാരത്തിന് അടിമപ്പെട്ട് ചാഞ്ചല്യപ്പെട്ട് നിൽക്കുന്ന ഒരാൾക്ക് കൃത്യമായ തീരുമാനം എടുക്കാൻ പറ്റത്തില്ല, കൃത്യമായ ഒരു നടപടി എടുക്കാൻ പറ്റത്തില്ല, ഉചിതമായ ഒരു നടപടി എടുക്കാൻ പറ്റത്തില്ല.
നമ്മൾ വേണമെന്ന് വേണ്ടാന്ന് വെച്ച് വെറുക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അതിനോടൊക്കെ അത്രയ്ക്കുള്ള ഇത് വരുള്ളൂ. നമുക്ക് നമ്മുടെ മനസ്സിനെ അത്രയ്ക്ക് അത് ബാധിക്കത്തുള്ളൂ. പക്ഷെ നമുക്ക് കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ, ഉചിതമായ തീരുമാനം എടുക്കാൻ പറ്റും. ഇപ്പൊ വികാരത്തിന് അടിമപ്പെട്ട് പോകുന്ന ഒരാൾക്ക് എന്താ, ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ ഉടനെ അയാളെ ചീത്ത വിളിക്കുക, അടി ഉണ്ടാക്കുക, ബഹളം വെക്കുക, ഇതൊക്കെ നമ്മൾ ചെയ്തു പോകും. പക്ഷെ വികാരത്തിന് അടിമപ്പെട്ട് പോകാത്ത ഒരാൾക്കല്ലേ നല്ലത്. അയാൾക്ക് പറയാം ഇവിടെ സംസാരിക്കേണ്ടതാണോ, സംസാരിക്കേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ സംസാരിക്കുക, ഇയാളോട് സംസാരിച്ചിട്ട് കാര്യമുണ്ടോ, ഉണ്ടെങ്കിൽ സംസാരിക്കുക, ഇല്ലെങ്കിൽ സംസാരിക്കണ്ട, വിട്ടേക്കുക. ഇങ്ങനെ നമുക്ക് തീരുമാനം എടുക്കാൻ നമുക്ക് പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വികാരത്തിന് അടിമപ്പെട്ട് പോകരുതെന്നുള്ള. അപ്പൊ ഏത് വികാരത്തിനകത്ത് നമ്മൾ അടിമപ്പെട്ട് പോകുമ്പോഴും അതെല്ലാം നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാകും. ഇപ്പൊ ഇഷ്ടങ്ങളുടെ പുറകെ പോകുന്ന ഇഷ്ടങ്ങൾ തന്നെ എടുക്കുക, നല്ല കാര്യങ്ങൾ ഉണ്ടാവുക. നല്ല കാര്യങ്ങൾ ഉണ്ടാവുന്നതിനൊക്കെ ഒരു അവസാനമുണ്ട്. ഏത് നല്ല കാര്യത്തിനൊരു അവസാനമുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാള്, ഒന്നുകിൽ നമ്മുടെ വേർപാട് വരും, അല്ലെങ്കിൽ അയാളുടെ വേർപാട് വരും. അതെന്തായാലും ഒരു ദിവസം സംഭവിക്കും. അന്ന് നമുക്ക് എത്രയോ ഇഷ്ടം കൂടുതലുണ്ടോ അത്രയ്ക്കനുസരിച്ച് ആ വേർപാടിന്റെ വിഷമവും കൂടുതലായിരിക്കും. സുഖം തരുമ്പോ നമുക്ക് ഇഷ്ടപ്പെടും, ആ സുഖം നഷ്ടപ്പെടുമ്പോൾ നമ്മൾ ദുഃഖത്തിലേക്ക് പോകും. ചിലര് തകർന്നു പോകും, അതിന് കരകയറാൻ പറ്റാതായി പോകും. കാരണം പ്രപഞ്ചത്തിലെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒന്നിനെയും നമുക്ക് ആശ്രയിക്കാൻ പറ്റില്ല, ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അറ്റാച്ച്മെന്റ് ഉണ്ടാക്കി വെക്കുന്നതൊക്കെ ഒരിക്കലല്ലേ മറ്റൊരിക്കലും ഒരു വേർപാടിന് ഉണ്ടാകാനുള്ള കാരണങ്ങളാണ്. കാര്യം പ്രപഞ്ചത്തിൽ ഒന്നും സ്ഥിരമായിട്ട് നിൽക്കത്തില്ല. അത് പ്രപഞ്ചത്തിന്റെ നിയമമാണ്. അത് തന്നെയാണ് ബുദ്ധൻ പറഞ്ഞത്, അതാണ് ദുഃഖത്തിന്റെ കാരണം. സുഖങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം എന്നും സ്ഥിരമായി നിന്നിരുന്നെങ്കിൽ നമുക്ക് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവൂല, ഒരിക്കലും ദുഃഖം ഉണ്ടാവൂല. അപ്പൊ ഇതൊക്കെ ചില യാഥാർത്ഥ്യങ്ങളാണ്, റിയാലിറ്റിയാണ്. ആ റിയാലിറ്റിയെ നമ്മൾ പഠിക്കുക, നമ്മൾ മനസ്സിലാക്കുക. ഇങ്ങനെയാണ്. അപ്പം നമുക്കൊന്നും കൂടെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വീക്ഷണം നമുക്ക് കിട്ടും, സമ്മാദിത്യ കിട്ടും, ശരിയായ വീക്ഷണം കിട്ടും. വികാരത്തിന്റെ അടിസ്ഥാനത്തിലല്ല, പ്രപഞ്ചത്തിൽ എങ്ങനെയാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്ന രീതിയിലുള്ള കൃത്യമായ ഒരു ഇത് കിട്ടും. അതുകൊണ്ടാണ് ബുദ്ധിസ്റ്റുകളുടെ അല്ലെങ്കിൽ ഭിക്ഷുക്കളോ അവരൊക്കെ മരിക്കുമ്പോൾ ആരും കരയാറില്ല, അവരെത്ര പ്രിയപ്പെട്ടതായാലും. കാര്യം അത് പ്രപഞ്ചത്തിന്റെ നിയമമാണ്. ജനിച്ചാൽ ഒരിക്കലും മരിക്കണം, ഉണ്ടായതൊരെണ്ണം അവസാനിക്കണം. വാട്ട് എവർ എറൈസസ് വിൽ പാസ് അവേ. എന്തും ഉണ്ടാവുന്നത് എന്തും ഒരിക്കലും ഇല്ലാണ്ടാവും. അത് എന്തുമായിക്കോട്ടെ, പ്രപഞ്ചത്തിൽ ഒന്നും സ്ഥിരമായിട്ട് നിൽക്കത്തില്ല. നമ്മൾ ആദ്യം അതുകൊണ്ടാണ് ഫസ്റ്റ് ക്ലാസ്സിൽ ധമ്മ എന്ന് പറയുന്ന സംഭവം പഠിച്ചപ്പോ എന്തൊക്കെയാണ് പ്രപഞ്ചത്തിന്റെ നിയമങ്ങൾ എന്ന് പഠിച്ചപ്പോൾ നമ്മൾ അടിസ്ഥാനമായിട്ട് ആദ്യം പറഞ്ഞ ഒരു സാധനമാണ് ഇംപെർമനൻസ്. ഒന്നും സ്ഥിരമായിട്ട് നിൽക്കത്തില്ല. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മൾക്ക് പലപ്പോഴും വിഷമം ഉണ്ടാവുന്നത്. എന്റെ സൗന്ദര്യം, എന്റെ ഭംഗി, എന്റെ ത്വക്ക്, എന്റെ ഓർമ്മ, എന്റെ ഭംഗി, എല്ലാം നഷ്ടപ്പെടും ഒരു ദിവസം, അല്ലെങ്കിൽ നഷ്ടപ്പെടും. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സാധനം എന്ന് പറയുന്നത് സെൽഫാണ്. അതാണ് ഈ അനാത്ത പറയുമ്പോൾ നമ്മൾ അവസാനം പറയുന്ന ഒരു ഭാഗമുണ്ട്. നമുക്ക് ലോകത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടത് നമ്മളാണ്, വ്യക്തിയാണ്. അതുകൊണ്ടാണ് പ്രാണൻ രക്ഷിക്കാൻ നമ്മളാണ്, നമ്മൾ അവസാനം ഏറ്റവും ഒടുവിൽ നമ്മളെ രക്ഷിക്കാൻ പോകുന്നത്. ആ ഐ, മീ, മൈസെൽഫ്, മൈൻ, ഞാൻ എന്നൊക്കെയുള്ള ആ തോന്നൽ അത് പോകുന്ന ഒരവസ്ഥ വരും. അതായത് എന്റെ ഉള്ളിൽ ഒന്നും സ്ഥിരമായിട്ടില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ വരുമ്പോഴത്തേക്ക് ഞാനെന്ന് പറയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ചിന്തകളും അതോടുകൂടി മാഞ്ഞു പോകും. ആ അറ്റാച്ച്മെന്റുകളെല്ലാം നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ഫ്രീ ആവും. അതാണ് അർഹതാവസ്ഥ, അരഹന്ത് എന്ന് പറയുന്നത്. അതായത് അഹം എന്ന് പറയുന്ന അവസ്ഥ അരഹതയാവും. അഹം എന്ന് പറയുന്ന തോന്നൽ ഇല്ലാത്ത ഒരു അവസ്ഥ വരും. അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സിനിമാ നടി ശ്രീവിദ്യയുടെ കാര്യം പറഞ്ഞ പോലെ അവർക്ക് മുടി പോകുമെന്ന് പറയുന്നത്, ക്യാൻസർ വന്നിട്ട് മുടി പോകുന്ന പ്രശ്നമായിരുന്നു. അവർ പുറത്തോട്ടിറങ്ങുന്നില്ലായിരുന്നു, ഒരാൾക്കാരെ കാണുന്നില്ലായിരുന്നു, ഇന്റർവ്യൂ കൊടുക്കുന്നില്ലായിരുന്നു, അവരുടെ ഭംഗി നഷ്ടം. കാരണം അത്രയ്ക്ക് അതിനോട് അവർ അറ്റാച്ച്ഡ് ആണ്, അവരുടെ രൂപത്തിനോട്, അവരുടെ ഭംഗിയോട് അവർ അറ്റാച്ച്ഡ് ആയിരുന്നു. അപ്പൊ അതിനത് മാറ്റം വരിക എന്ന് പറയുമ്പോൾ അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല, തകർന്നുപോയി. പക്ഷെ അത് ഒരിക്കൽ സംഭവിക്കും. അങ്ങനെയാണ് പ്രപഞ്ചം. പ്രകൃതിയുടെ ചില നിയമങ്ങളെ നമ്മൾ പഠിപ്പിക്കുന്നില്ല. അതൊക്കെ വന്നിരുന്നെങ്കിൽ, അത് പഠിപ്പിച്ചിരുന്നെങ്കിൽ
നമ്മുടെ ഈ സമൂഹം ഒന്നും കൂടെ എല്ലാ കാര്യങ്ങളെയും ബാലൻസ്ഡ് ആയിട്ട് കാണുമായിരുന്നു. ആൾക്കാരോട് പെരുമാറുന്നതിനും ഈ ഇതുപോലെ എല്ലാം എന്റേതാക്കണം, സ്വന്തമാക്കണം എന്നൊക്കെയുള്ള ഈ ആക്രാന്തവും ആർത്തിയും അതുകൊണ്ട് കുറെ ആൾക്കാർക്ക് കിട്ടാതാവുന്നതും കുതികാല് വെട്ടലും എന്താ പറയുക പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള സാഹോദര്യം ഇല്ലായ്മയും യുദ്ധങ്ങളും ഇതൊക്കെ ഒന്നും ഉണ്ടാവൂല. പ്രപഞ്ചത്തിന്റെ നിയമങ്ങൾ എന്താണെന്ന് പോലും നമ്മൾ പഠിപ്പിക്കുന്നില്ല. ഒരു കാരണമില്ലാതെ ഒന്നും ഉണ്ടാവുന്നില്ല. അല്ലെങ്കിൽ ഒരു കാര്യം ഉണ്ടാകുന്നത് അതിന് തൊട്ട് മുമ്പത്തെ കാര്യങ്ങളുടെ ഫലമായിട്ടാണ്. അങ്ങനെ വരുമ്പോ പിന്നെ ദൈവം എവിടെ? കാര്യം ഓരോന്നും കാര്യങ്ങളും ഉണ്ടാകുന്നതിന് മുമ്പ് മറ്റൊരു കാരണം കൊണ്ട് ഉണ്ടാകും. അതിന്റെ ഇടയ്ക്ക് ദൈവത്തിന് കയറാനായിട്ടുള്ള സ്പേസ് ഇല്ല. ഇപ്പൊ ഒരു കല്ല് വന്ന് ഉരുണ്ട് വന്ന് ഒരു മരത്തിന്റെ മണ്ടയിലേക്ക് വന്ന് വീഴുന്നു, അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ മേത്തോട്ട് വീഴുന്നു, കുട്ടി പോകുന്നു. ഇടയ്ക്ക് വെച്ച് ദൈവത്തിന് എന്നെ പിടിച്ചു നിർത്താൻ പറ്റുമോ? പറ്റില്ല. കാരണം പ്രപഞ്ചത്തിന്റെ നിയമം അങ്ങനല്ല. നമ്മൾ ഉണ്ടാക്കി വെച്ചൊരു കൺസെപ്റ്റാ ദൈവം എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിന് അങ്ങനെ ഒരു സംഭവത്തെ പറ്റി അറിയത്ത് പോലുമില്ല. പ്രപഞ്ചത്തിന്റെ പുറമുള്ള പ്രപഞ്ചത്തിന്റെ നിയമങ്ങളാണ്. നമ്മൾ പഠിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതും പ്രപഞ്ചത്തിന്റെ നിയമങ്ങളെയാണ്. അതനുസരിച്ച് നമ്മൾ ജീവിക്കേണ്ടത്. അല്ല ഇത് ആരുണ്ടാക്കി എന്നുണ്ടാക്കി എന്നുകൊണ്ട് ആലോചിച്ചിട്ട് നമുക്ക് യാതൊരു ഗുണവും കിട്ടാനില്ല. പ്രപഞ്ചം ആദ്യം എങ്ങനെ ഉണ്ടായി, ആദ്യം ആരാ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് സ്വയം കിടന്ന് കാണിക്കുന്ന കുറെ തത്രപ്പാടുകളാണ്. അത് ഉണ്ടാക്കി അതുകൊണ്ട് അങ്ങേരെ ഉണ്ടാവും. അങ്ങേരെ ഉണ്ടെങ്കിലും പുള്ളിക്ക് ഇപ്പോഴത്തെ ഓരോ കാര്യങ്ങൾ ഇതിനകത്ത് ഒന്നും ഇടപെടാൻ പറ്റത്തില്ല. കാര്യം ഒരു പ്രത്യേക രീതിയിലാണ് ഘടനയിലാണ് ഈ പ്രപഞ്ചത്തിന് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഓരോന്നും ഉണ്ടാകുന്നത് അതിന്റെ ചെയിനായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇടയ്ക്ക് ഒരാൾക്ക് വന്നൊന്നും മാറ്റാൻ പറ്റത്തില്ല. അങ്ങനെ മാറ്റിയെ കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഫിസിക്സ് പഠിക്കാൻ പറ്റത്തില്ല, കെമിസ്ട്രി പഠിക്കാൻ പറ്റത്തില്ല, ബയോളജി പഠിക്കാൻ പറ്റത്തില്ല, ഒരു ലോസും പഠിക്കാൻ പറ്റത്തില്ല. ഓരോന്നിന്റെ ഇടയ്ക്ക് വന്ന് ദൈവം വന്ന് കയറുക എന്ന് പറയും. എങ്ങനെ ഫിസിക്സ് പഠിക്കും? ഇനി ദൈവം തന്നെത്താൻ ഉണ്ടാവുമോ? അതിനൊരു കാരണം വേണ്ടേ? അപ്പൊ അതിനും ഒരു കാരണം വേണ്ടേ? അങ്ങനെ കാരണം പുറത്തു പോയി അവിടം വരെ പോകും. അതിനകത്ത് നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഈ ജീവിതം എങ്ങനെ നന്നായിട്ട് ജീവിക്കുക എന്നുള്ള കാര്യമാണ് നമുക്ക് പ്രധാനം. ബുദ്ധൻ അതാണ് പറഞ്ഞത്. ഒരാൾ ഒരു അമ്പ് കൊണ്ട് കിടക്കുകയാണ്, മുറിവേറ്റ് കിടക്കുകയാണ്. ഉടനെ ഒരാൾ അടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ്, ഈ അമ്പ് ഏത് ദിശയിൽ നിന്നാണ് വന്നത്? അത് ആരുണ്ടാക്കിയതാണ്? ഇത് ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയതാണോ, അതോ ചെമ്പ് കൊണ്ട് ഉണ്ടാക്കിയാണോ, പിച്ചള കൊണ്ട് ഉണ്ടാക്കിയാണോ? ഇത് ഏത് കൊല്ലൻ ഉണ്ടാക്കിയതാണ്? ഇതൊക്കെ ചോദിച്ചുകൊണ്ട് സമയം കളയാതെ അതിന് ഒരു അമ്പ് വലിച്ചൂരി അവിടെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. എന്ന് പറയുന്നതാണ് ഈ ദൈവത്തെ പറ്റിയൊക്കെ ആലോചിച്ച് ഓരോരുത്തന്മാര് യുക്തിവാദികളും അല്ലാത്തവരൊക്കെ എന്തോരം കുസ്തിയാ പിടിക്കുന്നത്. മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളവരും പറയുന്നില്ല. മനസ്സിന് അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ കാരണം, എങ്ങനെയാണ് അതിനെ പരിഹരിക്കുന്നത്? അതാണ് അഷ്ടാംഗ മാർഗത്തിൽ അരിയ സത്യങ്ങൾ ബുദ്ധൻ പറഞ്ഞിരിക്കുന്നതാണ്. മനസ്സിനുണ്ടെങ്കിൽ ദുഃഖം എന്ന് പറയുന്ന സാധനമുണ്ട്, അത് സത്യമാണ്. അതുണ്ടാകുന്ന ഒരു കൃത്യമായ കാരണമുണ്ട്. അതിനെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. അതിനൊരു മാർഗമുണ്ട്. അതാണ് അരിയ സത്യങ്ങൾ. അതിന് ആ മാർഗമാണ് അഷ്ടാംഗ മാർഗം. കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇതാണ് മനുഷ്യന് ജീവിക്കാൻ വേണ്ടത്. വികാരങ്ങളൊക്കെ ഉണ്ടായാലും വികാരത്തിന് നമ്മളെ വലിച്ചുകൊണ്ട് പോയി നമ്മളെ അടിമപ്പെടുത്തി നമ്മളെ കൊണ്ട് നശിപ്പിച്ച് കളയുന്ന രീതിയിലേക്ക് നമ്മളെ അത് ഓവർ പവർ ചെയ്യാൻ പാടില്ല. കൺട്രോൾ അവസ്ഥ ആത്യന്തികമായി നമ്മുടെ കയ്യിലായിരിക്കണം.